4 പതിറ്റാണ്ട് നീണ്ട പത്രപ്രവർത്തന ജീവിതമാണ് എൻ്റേത്. അത് കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കാലം ജോലി ചെയ്തത് തിരുവനന്തപുരത്താണ്. ഏകദേശം 3.5 പതിറ്റാണ്ടോളം തിരുവനന്തപുരത്ത് പത്രലേഖകനായി ജോലി ചെയ്യാനുള്ള, മനോരമയുടെ ലേഖകനായി ജോലി ചെയ്യാനുള്ള അവസരം എനിക്കുണ്ടായി. അതിനു മുമ്പ് ഞാൻ കൂടുതൽ കാലം ജോലി ചെയ്തത് ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ്. കുറച്ചു കാലം ഡൽഹി ബ്യൂറോയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്വതന്ത്ര പത്രപ്രവർത്തനം അല്ല, ഇൻഡിപെൻഡൻറ്റ് ബ്യൂറോയുടെ ചുമതലയുമായിട്ട് ആദ്യം ഞാൻ എത്തുന്നത് ഇടുക്കി ലേഖകനായിട്ടാണ്. അപ്പോൾ ഇടുക്കിയെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്നതുപോലെ രാഷ്ട്രീയ വാർത്തകൾക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു ജില്ലയല്ല. പലപ്പോഴും അവിടെ കടന്നു വരുന്ന മന്ത്രിമാർ നടത്തുന്ന പത്രസമ്മേളനങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രാഷ്ട്രീയ വാർത്തകളേ ഉള്ളൂ. അത് ഒരു കുടിയേറ്റ കർഷകരുടെ നാടാണ്. അതേസമയം തന്നെ ഏറെ വനമേഖലയുള്ള നാടാണ്. അതുകൊണ്ട് തന്നെ ആദിവാസികളുള്ള നാടാണ്. പിന്നെ ഈ ഏലം, കുരുമുളക് കൃഷിക്കാർ, അവരുടെ പ്രശ്നങ്ങൾ, തേയിലത്തോട്ടങ്ങൾ, തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, പിന്നെ പ്രധാനമായിട്ടും ഇടുക്കി ഡാം. അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെയും ചില പ്രധാനപ്പെട്ട അന്വേഷണാത്മക റിപ്പോർട്ടിങ്ങുകൾ നടത്താനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. അത് ആദ്യം പറഞ്ഞതുപോലെ ഇടുക്കി വനവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. തേക്കടിക്കടുത്ത് ഒരു ടൈഗർ പ്രോജക്റ്റ് ഉണ്ട്. ഈ ടൈഗർ പ്രോജക്റ്റ് ആദ്യകാലത്ത് ഒരു ചെറിയ ഈ കടുവ സംരക്ഷണ കേന്ദ്രം മാത്രമായിരുന്നു. ഞാനിവിടെ ജോലി ചെയ്യുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 80കളുടെ മധ്യത്തിൽ അവിടെ ഈ ടൈഗർ പ്രോജക്റ്റ് ഒന്ന് വിപുലീകരിക്കാനുള്ളൊരു പദ്ധതി സംസ്ഥാന സർക്കാർ ഉണ്ടാക്കി. അതിനു ചുറ്റും കുറേ സ്വകാര്യ വ്യക്തികളുടെ എസ്റ്റേറ്റുകളുണ്ട്. എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഏലക്കാടുകൾ. പക്ഷേ അവിടെ ഏലകൃഷിയൊന്നുമില്ല. അവർ കുത്തകപ്പാട്ടം വ്യവസ്ഥയിൽ എങ്ങനെയോ കൈക്കലാക്കിയ കുറച്ച് സ്ഥലം, ഏക്കർ കണക്കിന് 100 കണക്കിന് ഏക്കർ സ്ഥലം, അത് പലരും തമിഴ്നാട്ടിലുള്ള ആളുകളാണ് അതിൻ്റെ ഉടമസ്ഥർ. അപ്പോൾ ആ ഭൂമി ടൈഗർ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കുന്നതിൽ വൻ അഴിമതി നടക്കുന്നതായിട്ട് കണ്ടെത്തി. ഈ വാർത്ത എനിക്ക് കിട്ടുന്നത് തന്നെ അന്നത്തെ ഒരു ഇടുക്കി ജില്ലയിലെ ഒരു CPM പ്രാദേശിക നേതാവിൻ്റെ ഒരു ചെറിയ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ്. ഇടുക്കി ഈ ടൈഗർ പ്രോജക്റ്റ് നടപ്പാക്കുന്നതിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അഴിമതി കാണിക്കുന്നു എന്ന് പറഞ്ഞൊരു ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് പോയപ്പോഴാണ് ഈ ഒരു വലിയ തട്ടിപ്പിൻ്റെ വിവരം മനസ്സിലാകുന്നത്. ആദ്യം ഞാൻ കലക്ട്രേറ്റിൽ പോയി, കലക്ട്രേറ്റിലെ പല ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചു, റവന്യൂ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചു. പക്ഷേ ഒരു വിവരം കിട്ടിയില്ല. ഒടുവിൽ തേക്കടിയിലെ അവിടുത്തെ തഹസീൽദാർ, അവിടുത്തെ വില്ലേജ് ഓഫീസറൊക്കെ കണ്ട് അവരുടെ ഓഫീസുകൾ കയറി ഇറങ്ങിയാണ് ശരിക്കും പറഞ്ഞ് എന്താണ് ഈ പ്രോജക്റ്റ്, ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ നിന്നൊക്കെ കൃത്യമായ വിവരങ്ങൾ കിട്ടിയത്. അപ്പോൾ ഇവരുടെ എല്ലാം ലിസ്റ്റ് എടുത്തു. ഇവർക്കൊക്കെ ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് പിന്നെ ഇത് ഏറ്റെടുക്കുന്നതിന് അവർക്ക് നൽകുന്ന വില കണ്ടപ്പോൾ കണ്ണു തള്ളിപ്പോയി. കാരണം അന്നൊരു ഏക്കറിന്, ഇത് 80കളിലാണെന്ന് ഓർക്കണം, അന്നൊരു ഏക്കറിന് 5000 രൂപ പോലും വിലമതിക്കാത്ത സ്ഥലത്തിന് 25,000 രൂപയും 30,000 രൂപയാണ് വിലയിട്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ, അന്ന് ഏകദേശം ഒരു 2-2.5 കോടി രൂപ അധികം വരുന്ന ഒരു പദ്ധതിയായിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ ആ 2.5 കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് കൊള്ളയടിക്കപ്പെടുന്ന ഒരു സാഹചര്യം. ഈ വാർത്ത കോടികൾ മറിയുന്ന കടുവാകളി എന്ന പേരിലാണ് അന്ന് ഞാൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ആ വാർത്ത വലിയ ഒച്ചപ്പാടുണ്ടാക്കി. അതേ തുടർന്ന് ആ പ്രോജക്റ്റ് ആദ്യം ക്യാൻസൽ ചെയ്തു. പിന്നീട് രണ്ടാമത് നടപ്പാക്കിയപ്പോഴും ഈ പറഞ്ഞ 20,000-30,000 രൂപയൊക്കെ വിലയിട്ട ഭൂമി വെറും 5,000 രൂപയ്ക്കാണ് സർക്കാർ രണ്ടാമത് വാങ്ങിയത്. അപ്പോൾ അതിനുശേഷം ഞാൻ എറണാകുളത്തേക്കാണ് വന്നത്. എറണാകുളം തിരുവനന്തപുരം പോലെ തന്നെ ഒട്ടേറെ രാഷ്ട്രീയവും അല്ലാത്തതുമായ വാർത്താ പ്രാധാന്യമുള്ള സ്ഥലമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അക്കാലത്ത് അവിടെ ഒരു വലിയ സംഭവം ഉണ്ടായി. എറണാകുളം മേഖലയിലുള്ള ചില അബ്കാരി കോൺട്രാക്ടർമാർ, അതിനകത്ത് നിങ്ങളെല്ലാം അറിയാവുന്ന ചന്ദ്രസേൻ ഉൾപ്പെടെയുള്ളവരുണ്ട്, അവരെല്ലാം ചേർന്ന് ആന്ധ്രാപ്രദേശിൽ പോയി അവിടുത്തെ അബ്കാരി ലേലത്തിൽ പങ്കെടുക്കുകയും അതിനുശേഷം അവിടുത്തെ അബ്കാരി സിൻഡിക്കേറ്റുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് അവർ ലേലത്തിൽ നിന്ന് പിൻവാങ്ങുകയും അതിൻ്റെ പേരിൽ പണം വാങ്ങുകയും ചെയ്യുന്നൊരു കാര്യം കുറച്ചു കാലമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട്, അപ്പോൾ ഇതിനകത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ടായി. അതായത് ഇവരിപ്പോഴും ഇവിടുന്ന് ലേലത്തിന് പോകുമ്പോൾ ഇവിടുന്ന് ഡ്രാഫ്റ്റുകൾ തയ്യാറാക്കിയാണ് പോകുന്നത്. കാരണം അവിടെ ലേലം വിളിക്കണമെങ്കിൽ 1 കോടി 2 കോടി രൂപയുടെയൊക്കെ ഡ്രാഫ്റ്റുകൾ ആദ്യമേ പ്രസൻറ്റ് ചെയ്യണം. ലേലത്തുകയുടെ ഏകദേശം പകുതിയോളം വരുന്ന ഡ്രാഫ്റ്റുകൾ പ്രസൻറ്റ് ചെയ്യണം.
ഇവർ ഈ ഡ്രാഫ്റ്റുകൾ തയ്യാറാക്കിയിരുന്നത് ഇവിടുത്തെ ചില ബാങ്കുകളിൽ നിന്ന് വ്യാജമായ ഡ്രാഫ്റ്റുകൾ ഉണ്ടാക്കിയാണ് അത് ചെയ്തിരുന്നത്. ഒരിക്കൽ ഈ ഡ്രാഫ്റ്റുകളുമായി അവിടെ പോയി. അപ്പോൾ ഇവരിങ്ങനെ വന്ന് ഈ ലേലത്തിൽ പങ്കെടുത്ത് കാശ് തട്ടിക്കൊണ്ട് പോകുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാനായിട്ട് അവിടുത്തെ അബ്കാരി ലോബി തീരുമാനിച്ചു. അപ്പോൾ ഇവർ ഈ ഡ്രാഫ്റ്റുകളൊക്കെ വ്യാജമാണെന്ന് അവർക്ക് സംശയം തോന്നിയിട്ടാണ് ഒരു ദിവസം വളരെ കൂട്ടി ലേലം പിടിച്ചിട്ട് ഇവർ ഈ ഡ്രാഫ്റ്റ് പ്രസൻറ്റ് ചെയ്ത ഡ്രാഫ്റ്റിൽ ലേലം ഉറപ്പിച്ചാൽ ഡ്രാഫ്റ്റ് അപ്പോൾ തന്നെ അവിടെ അവരുടെ കസ്റ്റഡിയിൽ അങ്ങ് വാങ്ങും. അപ്പം ലേലം ഉറച്ചുപോയി, വേറെ ആരും കയറ്റി വിളിച്ചുമില്ല. അങ്ങനെ സംഭവിച്ച് ഇവരുടെ ഡ്രാഫ്റ്റ് അവിടെ പെട്ടുപോയി. അങ്ങനെ ആ ഡ്രാഫ്റ്റ് അവർ ക്യാഷ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് അത് പണമില്ലാന്ന് കണ്ടെത്തി. അത് തുടർന്ന് അവിടുന്ന് ഒരു DIGയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ എറണാകുളത്ത് വന്ന് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തുകയാണ്. ആരാണ് ഇതിൻ്റെ പിന്നിൽ, എങ്ങനെയാണ് ഈ വ്യാജ ഡ്രാഫ്റ്റ് വന്നതെന്നൊക്കെ. ഈ ഒരു കാര്യം എനിക്ക് വളരെ യാദൃച്ഛികമായിട്ട് ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നതായിട്ട് അറിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുകയും അതൊരു വലിയ വാർത്തയായിട്ടന്ന് മനോരമയിൽ വന്നിരുന്നു. അവിടെ അവസാനിക്കുന്നില്ല. അതിനുശേഷം എന്നോട് അന്നത്തെ ഞങ്ങളുടെ മനോരമയുടെ ചീഫ് ന്യൂസ് എഡിറ്റർ, പിന്നീട് അദ്ദേഹം എഡിറ്റോറിയൽ ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തു, അദ്ദേഹം എന്നോട് ചോദിച്ചു ഇതേക്കുറിച്ച് ആന്ധ്രയിൽ പോയി അന്വേഷിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഈ ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഹൈദരാബാദിലേക്കും പിന്നെ അവിടെ നിന്ന് വിശാഖപട്ടണത്തിലേക്കും പോവുകയാണ്. ഞാനും അതോടൊപ്പം ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി അന്ന് അത് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതൊരു വളരെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ്, അതായത് അവിടെ ഇവരവിടെ ചെന്ന് ഈ വിശാഖപട്ടണത്തുള്ള പല ഹോട്ടലുകളിലും താമസിച്ചതിൻ്റെയും പലരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തതിൻ്റെയൊക്കെ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പല ഹോട്ടൽ രേഖകളുമൊക്കെ തപ്പിയെടുക്കേണ്ടി വന്നു. അതിനിടയ്ക്ക് ഞാനവിടെ ഇത് റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന സമയത്ത് ചന്ദ്രസേനൻ്റെ ചില ഗുണ്ടകൾ വന്നിട്ട് കോടതിയിൽ വെച്ച് ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് അന്ന് ഞാൻ തന്നെയായിരുന്നു ഫോട്ടോ എടുത്തിരുന്നത്, കാരണം ഒരു ക്യാമറാമാൻ എൻ്റെ കൂടെ വന്നിരുന്നില്ല. ഇവരുടെ ചന്ദ്രസേനൻ്റെ ഗുണ്ടകൾ വന്ന് എന്നെ വളയുകയും അവിടുന്ന് ആന്ധ്ര പോലീസ് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് അടുത്ത പത്രങ്ങളിലൊക്കെ അതൊരു വാർത്തയായിട്ട് വന്നിരുന്നു. കേരളത്തിൽ നിന്നൊരു ഫോട്ടോഗ്രാഫർ എന്നാണ് പറഞ്ഞു, ഞാൻ ഫോട്ടോ എടുക്കുന്ന കണ്ട് ഫോട്ടോഗ്രാഫറെ ചന്ദ്രസേനൻ്റെ ഗുണ്ടകൾ ആക്രമിക്കാൻ ശ്രമിച്ചു, പോലീസ് രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് അങ്ങനെ ആ വാർത്ത എന്നിട്ട് പല ദിവസങ്ങളിലായിട്ട് വിശാഖപട്ടണത്തിൽ നിന്ന് ഈ വാർത്തകൾ വന്നു തുടങ്ങിയപ്പോഴാണ് മാതൃഭൂമി ഇത് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മാതൃഭൂമി അവരുടെ ആളെ വിശാഖപട്ടണത്ത് അയച്ചു. പിന്നെ മാതൃഭൂമിയും അത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇതാണ് എറണാകുളത്ത് വെച്ചുണ്ടായ ഒരു സംഭവം. എറണാകുളത്ത് വെച്ച് പിന്നെ രസകരമായ വേറൊരു സംഭവം കൂടെ ഓർക്കുന്നത്, അത് കരുണാകരനുമായിട്ട് ബന്ധപ്പെട്ടാണ്. കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലം, കരുണാകരൻ അക്കാലത്ത് എറണാകുളത്തെ ഒരു ജഡ്ജിയെ, ഒരു കോടതി വിധിയെ സ്വാധീനിക്കാൻ വേണ്ടി ഫോണിൽ വിളിച്ചു എന്നൊരു പ്രചാരണമുണ്ടായി. ചില പത്രങ്ങളിലൊക്കെ വാർത്തയും വന്നു. അതിന് കാരണം അന്ന് R. ബാലകൃഷ്ണപിള്ളയുടെ ഒരു വിവാദ പ്രസംഗം ഉണ്ടായിരുന്നു. പഞ്ചാബ് എങ്കിൽ പഞ്ചാബ്, വിഭാഗീയത ഉണർത്തുന്ന ഒരു പ്രസംഗം. ആ സംഭവത്തിനെതിരെ കോടതിയിൽ കേസ് പോയി. ഹൈക്കോടതിയിൽ ആ കേസ് പരിഗണിക്കുന്നത് ജസ്റ്റിസ് രാധാകൃഷ്ണപിള്ളയാണ്. അപ്പോൾ അദ്ദേഹം ഈ കേസ് വിധി പറയുന്നതിൻ്റെ തലേ ദിവസം തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ചു. കരുണാകരൻ സംസാരിച്ചു. പിറ്റേ ദിവസം വിധി R. ബാലകൃഷ്ണപിള്ളയ്ക്ക് എതിരായിട്ട് വരികയും ചെയ്തു. അപ്പോൾ R. ബാലകൃഷ്ണപിള്ളയെ കരുണാകരന് സ്വന്തം മന്ത്രിസഭയിൽ നിന്ന് മാറ്റണം. അതിന് അദ്ദേഹം ഈ വിധിയെ സ്വാധീനിച്ചു എന്നായിരുന്നു പ്രചാരണം. ഇതിനെ തുടർന്ന് ഈ പ്രചാരണം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇല്ലുസ്ട്രേറ്റഡ് വീക്കിലിയിൽ ഒരു വലിയ കവർ സ്റ്റോറി വന്നു. അതായത് കരുണാകരൻ്റെ വീട്ടിൽ നിന്ന് ഈ ജസ്റ്റിസിൻ്റെ വീട്ടിലെ ഫോൺ കേടാണെന്നോ നന്നാക്കണമെന്നോ ആവശ്യപ്പെട്ട് പരാതിപ്പെട്ടു എന്ന് പറഞ്ഞായിരുന്നു വാർത്ത. അതിന് തെളിവായിട്ട് അവർ 2 രേഖകൾ കൊടുത്തിരുന്നു. ഫോൾട്ട് കാർഡ്, ഫോൾട്ട് ഡോക്കറ്റ് എന്ന് പറയും. അതായത് നമ്മൾ അന്നത്തെ കാലത്ത്, അന്ന് ഈ മൊബൈലൊന്നും ഇല്ലാഞ്ഞ കാലം, ലാൻഡ് ഫോൺ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് ഫോൺ തകരാറിലാണെങ്കിൽ നമ്മളൊരു കംപ്ലയിൻറ്റ് കൊടുത്താൽ ആദ്യം ഒരു ഫോൾട്ട് ഡോക്കറ്റ് എന്ന് പറഞ്ഞൊരു സാധനം എഴുതുന്നു, കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നത്. രണ്ടാമത് ഫോൾട്ട് കാർഡ്, ഇത് റിപ്പയർ ചെയ്തു എന്നുള്ളത്. ഈ 2 കാർഡ്, അതായത് കരുണാകരൻ്റെ നിർദ്ദേശപ്രകാരം, അല്ല കരുണാകരൻ്റെ വീട്ടിൽ ക്ലിഫ് ഹൗസിൽ നിന്ന് നിർദ്ദേശപ്രകാരം ഈ ജസ്റ്റിസിൻ്റെ വീട്ടിലെ ഫോൺ കേടാണെന്ന് അറിയിച്ചു, അതിൻ്റെ ഒരു രേഖ. ആ ഫോൺ കേടാണെന്ന് നന്നാക്കിയെന്ന് രേഖപ്പെടുത്തുന്ന 2ാമത്തെ രേഖ. ഈ രേഖകൾ മാത്രം വെച്ചിട്ടാണ് കരുണാകരൻ ജസ്റ്റിസിനെ വിളിച്ചു. അപ്പോൾ കരുണാകരൻ സ്വാഭാവികമായിട്ടും വിധിയുടെ തലേദിവസം വിളിച്ചാൽ തന്നെ അതൊരു വിവാദമാണ്. എന്ത് സംസാരിച്ചു എന്നുള്ള പ്രശ്നമല്ല. കാരണം ഒരിക്കലും ഒരു മുഖ്യമന്ത്രി ഒരു ജഡ്ജിയെ അങ്ങനെ വിളിക്കാൻ പാടില്ല. ഈ വാർത്ത വന്നു. അതിനുശേഷം ഇന്ത്യൻ എക്സ്പ്രസ് ഈ വാർത്ത ഏറ്റെടുത്തുകൊണ്ട് അത് വലിയൊരു സംഭവമാക്കി മാറ്റി. ഇന്ത്യൻ എക്സ്പ്രസ്സിന് അന്ന് വേണു രാജാമണി, പിന്നീട് IAS കിട്ടി, ഇപ്പോൾ
നെതർലാൻഡിൻ്റെ അംബാസിഡറായിട്ടിരിക്കുന്ന വേണു രാജാമണി, അന്ന് വേണു രാജാമണി ഞാനുമൊക്കെ അന്ന് ഞാൻ മനോരമയിലും വേണു രാജാമണി ഇന്ത്യൻ എക്സ്പ്രസിലും വർക്ക് ചെയ്യുന്ന കാലം. വേണു രാജാമണി ഒരു വലിയ വാർത്തയായിട്ട് അത് കരുണാകരനെതിരായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് കരുണാകരനുമായിട്ടൊന്നും പരിചയം പോലും ഇല്ല. പക്ഷേ അന്ന് ഒരു ദിവസം കെ വി തോമസ് എം പി, എറണാകുളത്ത് എം പി ആയിരുന്ന കെ വി തോമസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, താനിപ്പം ഇവിടെ ഡിസ്ട്രിക്ട് ടെലിഫോൺസ് ഓഫീസിൽ പോയാൽ തനിക്കൊരു നല്ല സ്കൂപ്പ് കിട്ടും എന്ന് പറഞ്ഞു. നമുക്ക് വാർത്തയാണ് പ്രധാനം, അത് കരുണാകരന് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല. ഞാനപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ അന്നത്തെ DTO അവിടെ ഈ ഓഫീസിൽ വൈകുന്നേരം സന്ധ്യയായി ഓഫീസിലിരുന്ന് ഈ ടെലിഫോൺസിൻ്റെ ഈ പറയുന്ന ഫോൾട്ട് ഡോക്കറ്റ് ഫോൾട്ട് കാർഡിൻ്റെ ഒരു കൂമ്പാരങ്ങൾ അവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പോയി സംസാരിച്ച് മനോരമയാണെന്ന് പറഞ്ഞു. ഈ MP ഒരുപക്ഷെ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ MPയെ സംബന്ധിച്ച് കരുണാകരൻ അനുകൂലമായിട്ടുള്ള വാർത്ത പത്രത്തിൽ വരാനുള്ള താല്പര്യമാണ്. എന്നെ സംബന്ധിച്ച് ഒരു ന്യൂസ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഇൽഷട്ട് വീക്കിലിയിലും പിന്നീട് ഇന്ത്യൻ എക്സ്പ്രസിലും പ്രസിദ്ധീകരിച്ച ഈ വാർത്ത, ഈ രേഖകൾ ശരിയല്ല, ഇത് വ്യാജമാണ്. ഇത് ഇവിടുത്തെ അന്ന് ആ ദിവസങ്ങളിൽ ഇവിടെ വന്നിരിക്കുന്ന കംപ്ലീറ്റ് ഫോൾട്ട് കാർഡും ഫോൾട്ട് ഡോക്കറ്റും, അതായത് ഫോൺ കേടാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള എല്ലാ രേഖകളും ഇവിടെയുണ്ട്. അതിലിങ്ങനെ ഒരു സംഭവമില്ല. ഇതിൻ്റെ സീരിയൽ നമ്പരും ഉണ്ട്. അപ്പോൾ ഈ സീരിയൽ നമ്പറിൽ പെടാത്തതാണ് ഇൽഷട്ട് വീക്കിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ്. ഞാൻ അന്ന് പിറ്റേ ദിവസം മനോരമയില്ല 1-ാം പേജിൽ വലിയൊരു വാർത്തയാണ് വന്നത്, ഇത് വ്യാജമാണെന്ന് പറഞ്ഞു. നമ്മൾ ഇൽഷട്ട് വീക്കിലിലെ വാർത്ത വ്യാജമാണെന്ന് പറഞ്ഞാൽ വാർത്ത കൊടുത്തത്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റിന് അനുകൂലമായിട്ട് കൊടുക്കുന്ന വാർത്തയ്ക്ക് എപ്പോഴും വലിയ വാർത്ത പ്രാധാന്യം കിട്ടില്ല. അപ്പോൾ എനിക്കെതിരായിട്ട് അന്ന് പ്രചാരണം വന്നത് ഞാൻ കരുണാകരനെ മനോരമ കരുണാകരനെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനത്തെ വാർത്ത കൊടുത്തു എന്നാണ്. പക്ഷേ പിന്നീട് കണ്ടുപിടിച്ചു, ഇത് അവിടുത്തെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ അവിടുത്തെ ഈ ഫോൾട്ട് കാർഡിൻ്റെയും ഫോൾട്ട് ഡോക്കറ്റിൻ്റെയും ഫോമുകൾ മോഷ്ടിച്ചെടുത്ത് അത് കൃത്രിമമായിട്ട് അതിൽ എഴുതിയുണ്ടാക്കി ഇൽഷട്ട് വീക്കിലേക്ക് കൊടുത്തിട്ട് പൈസ വാങ്ങി അവരെ പറ്റിച്ചാണെന്ന്. അപ്പോൾ ഇൽഷട്ട് വീക്കിലാണ് അതിനകത്ത് വഞ്ചിക്കപ്പെട്ടത്. അത് വിശ്വസിച്ച് വേണു രാജാമണിയും അതിനകത്ത് വഞ്ചിക്കപ്പെട്ടു. എന്തായാലും ആ ഒരു വാർത്ത കരുണാകരൻ അനുകൂലമായിട്ടാണ് എങ്കിൽ പോലും ആ വാർത്ത എന്നെ സംബന്ധിച്ച് എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിലെ ഒരു അന്വേഷണാത്മക റിപ്പോർട്ട് എന്നുള്ള നിലയിൽ വലിയ വാർത്തയാണ്. കാരണം തുടർന്നും പിന്നെ ഞാൻ മറ്റ് പത്രങ്ങളിൽ ചിലതൊക്കെ ഇത് ശരിയല്ല എന്നോ അല്ലെങ്കിൽ ഇത് അനുകൂലമായിട്ട് നിൽക്കാൻ സമയത്ത് എനിക്കെതിരെ പ്രചാരണം വന്ന സമയത്ത് ഞാൻ ഇത് കുറേ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ തുടർച്ചയായി വാർത്ത എഴുതി ആരാണ് ഈ ഫോൾട്ട് കാർഡും ഫോൾട്ട് ഡോക്കറ്റും മോഷ്ടിച്ചതെന്ന് വരെ കൃത്യമായിട്ട് കണ്ടെത്തി നമ്മൾ മനോരമ വാർത്ത കൊടുത്തതിന് ശേഷം ആളെ അറസ്റ്റ് ചെയ്യുകയും അയാളെ പിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുന്നത്. തിരുവനന്തപുരത്ത് ഒരു ഈ 3.5 പതിറ്റാണ്ടിനിടയിൽ ഒരു 2 പതിറ്റാണ്ടോളം നീളുന്ന വളരെ സംഭവവികലമായ ഒരു പത്രപ്രവർത്തന ജീവിതമായിരുന്നു എൻ്റേത്. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ സാമൂഹ്യ അല്ലെങ്കിൽ എല്ലാ തരത്തിലുമുള്ള വാർത്തകളിൽ ഒരു റിപ്പോർട്ടറായി നിൽക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടായി. അക്കാലത്ത് കരുണാകരൻ്റെ 2ാമത്തെ മന്ത്രിസഭ, കൃത്യമായി പറഞ്ഞ 4ാമത്തെ മന്ത്രിസഭ, കാരണം ആദ്യത്തെ മന്ത്രിസഭ രാജൻ കേസ് മൂലം പുള്ളി രാജിവെച്ചു. 2ാമത്തെ മന്ത്രിസഭയിൽ കാസ്റ്റ് വോട്ടിംഗ് മൂലം പുള്ളിക്ക് രാജിവെക്കേണ്ടി വന്നു. 3ാമത്തെ മന്ത്രിസഭ അദ്ദേഹം മുഴുവൻ 5 വർഷം ഭരിച്ചു. 4ാമത്തെ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് 4 വർഷമേ ഭരിക്കാൻ പറ്റുകയുള്ളൂ. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ അഴിമതി UDF സർക്കാരിൻ്റെ കാലത്ത് അല്ലെങ്കിൽ കരുണാകരൻ സർക്കാരിൻ്റെ കാലത്തുണ്ടായ ഏറ്റവും അഴിമതി വാർത്തകളുണ്ടായത്. അപ്പോൾ അത് പലതും റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായി. അന്നുണ്ടായ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളാണ് ഈ സ്പിരിറ്റ് കള്ളക്കടത്ത്, പിന്നെ ഗോതമ്പ് ഇടപാട്, റേഷൻ ഗോതമ്പ് കച്ചവടത്തിലെ ക്രമക്കേടുകളെക്കുറിച്ചുള്ള വാർത്തകൾ, പിന്നെ ഈ കരുണാകരനുമായിട്ട് ബന്ധപ്പെട്ട അധികാരത്തിന് ദല്ലാളന്മാർ ആയിട്ടുള്ള ആളുകളെക്കുറിച്ചുള്ള ഒരു പരമ്പര. അതിനിടയ്ക്ക് തന്നെ വന്ന നായനാരുടെ 2 മന്ത്രിസഭയുടെ കാലത്തും ഇതുപോലെ കുറേ വാർത്തകൾ എഴുതാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഏറ്റവും ശക്തമായി നിൽക്കുന്നതും ഏറ്റവും കൂടുതലും ഞാനൊരു വാർത്തയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ളതും ഏറ്റവും ദീർഘകാലം ഒരു വാർത്ത എഴുതേണ്ടി വന്നതും നായനാരുടെ കാലത്ത് നടന്ന LLB തട്ടിപ്പിനെക്കുറിച്ചുള്ള ഒരു വാർത്തയും അതിൻ്റെ പരമ്പരയും ഒക്കെയാണ്. LLB തട്ടിപ്പിൻ്റെ വാർത്ത എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് LLB അഡ്മിഷന് മാർക്കില്ലാത്ത കുറേ വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തുള്ള ചില സ്വകാര്യ ലോ കോളേജുകളിൽ പോയി അവിടെ അഡ്മിഷൻ സംഘടിപ്പിച്ച്, കാരണം അവിടെ ഈ മിനിമം മാർക്കില്ല, ഇവിടെ മിനിമം മാർക്കുണ്ട്. ഇവിടെ അന്ന് 50% മറ്റോ പ്രീ ഡിഗ്രിക്ക് മാർക്കുണ്ടെങ്കിൽ ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടുമായിരുന്നുള്ളൂ. മറ്റ് സ്ഥലത്ത് 35% മാർക്കുണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടും. അങ്ങനെ ഇവർ അവിടെ പോയി അഡ്മിഷൻ മേടിക്കുക, എന്നിട്ട് അവിടെ പഠിക്കുന്നില്ല, അവിടെ പഠിച്ചതായി രേഖയുണ്ടാക്കി, ഹാജർ മാത്രം ഉള്ളതായി രേഖയുണ്ടാക്കിയിട്ട് അവിടെ പരീക്ഷ എഴുതിയതായി വരുത്തി, എഴുതിയിട്ട് അവർ അവിടുന്ന് സെക്കൻഡ് ഇയറിലേക്ക് പാസ്സായതായിട്ടുള്ള കൃത്രിമ രേഖ ഉണ്ടാക്കി ഇവിടെ വന്ന് സെക്കൻഡ് ഇയറിൽ അഡ്മിഷൻ എടുക്കുകയും പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയ രംഗത്തും ഈ കോളേജ് യൂണിയൻ
സെനറ്റ് സിൻഡിക്കേറ്റിലൊക്കെ പ്രവർത്തിക്കുന്നതായിട്ട് വിവരം കിട്ടി. ഒരു കത്തിൽ നിന്നാണ് വിവരം കിട്ടുന്നത്. ഒരു അനോണിമസ് കത്ത് എനിക്ക് വരുന്നു, ഇങ്ങനെ ചില വിദ്യാർത്ഥികളൊക്കെ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്, നിയമവിരുദ്ധമാണ്, ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞു. ആ കത്തുമായിട്ട് ഞാൻ ആദ്യം ഒന്ന് ഇത് സംബന്ധിച്ചുള്ള ഇങ്ങനൊരു കാര്യം അന്വേഷിക്കണമെങ്കിൽ ഈ സ്വാഭാവികമായിട്ടും വേറെ ഒരു മാർഗ്ഗവുമില്ല. നമ്മൾ സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത്. അന്നാണെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് വന്ന കാലമാണ്, എനിക്ക് വലിയ ബന്ധങ്ങളുമില്ല. ഞാൻ വിചാരിച്ചു യൂണിവേഴ്സിറ്റി ഓഫീസിൽ പോയി അവിടെ രജിസ്ട്രാറെ കണ്ടാൽ ഈ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെയൊക്കെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫറായി വന്ന കുട്ടികളുടെയൊക്കെ ലിസ്റ്റ് കിട്ടുമെന്ന് കരുതി. ആദ്യം പോയി കണ്ടത് അവിടുത്തെ രജിസ്ട്രാറായിരുന്ന മോഹൻകുമാർ. അദ്ദേഹം പിന്നീട് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറൊക്കെ ആയി. അദ്ദേഹത്തെ ഞാൻ കണ്ടു പറഞ്ഞു, എനിക്ക് ഇന്ന ആളുകൾ ഇവിടെ ഇൻ്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫറായി വന്ന വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് കിട്ടിയാൽ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അത് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട്? അത് ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു രഹസ്യരേഖയാണ്. ഞാൻ പറഞ്ഞു, അതിനകത്ത് രഹസ്യമൊന്നുമില്ലല്ലോ. അല്ല, തരാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ശരിയാണോ? ഞാൻ ജേർണലിസ്റ്റ് അല്ലേ, എന്തിനാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ കുട്ടികൾ ആരൊക്കെയാണ്, എന്തിനാണ് വന്നത് എന്നൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ തരാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതൊരു ഓട്ടോണമസ് സ്ഥാപനമാണ്, നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ എന്താ അവകാശം എന്നൊക്കെ ചോദിച്ചു. എന്നെ വസതി പറഞ്ഞാൽ എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചെന്ന് പറഞ്ഞ പോലെ അവിടെ നിറക്കി വിടുകയായിരുന്നു ചെയ്തത്. എനിക്ക് വലിയ വിഷമമായി. ഞാൻ തിരിച്ച് ഓഫീസിൽ വന്നിരുന്നപ്പം അന്നത്തെ ഞങ്ങളുടെ സീനിയർ റിപ്പോർട്ടറായിട്ടുള്ള വിജയകുമാർ എന്നോട് പറഞ്ഞു, എന്താ വിഷമിച്ചിരിക്കുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതാണ് സംഭവം, എനിക്ക് ഈ ലിസ്റ്റ് കിട്ടിയില്ല. പുള്ളി പറഞ്ഞു, സാരമില്ല, അവിടെ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ആളുണ്ട്, അവിടെ യൂണിയൻ്റെ നേതാവുണ്ട്, അവരോട് പറഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞു. അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു സ്ഥാപനത്തിൽ, പ്രത്യേകിച്ച് സർക്കാർ സ്ഥാപനത്തിലോ ഒരു യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ ചെന്നാൽ വിവരം ശേഖരിക്കാൻ ഏറ്റവും എളുപ്പം അവിടുത്തെ യൂണിയൻ നേതാവിനെ പിടിക്കുകയാണെന്നുള്ള വിവരം അന്നാണ് മനസ്സിലാക്കിയത്. ആർ എസ് ശശികുമാറായിരുന്നു അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാവ്. ഞാൻ പോയി ശശികുമാറിനെ കണ്ടു. ശശികുമാർ എന്നോട് പറഞ്ഞു, 24 മണിക്കൂറിനുള്ളിൽ ലിസ്റ്റ് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ ആളൊക്കെ ആ സെക്ഷനിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോകുന്നു. പിറ്റേ ദിവസം വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് ശശികുമാർ 28 വിദ്യാർത്ഥികൾ ഇൻ്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ വാങ്ങിയ, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങിയവരുടെ ലിസ്റ്റ് അദ്ദേഹം അവിടെ കൊണ്ടുത്തന്നു. അപ്പോൾ ഇനി ലിസ്റ്റ് മാത്രം കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇവർ അവിടെ ഈ ട്രാൻസ്ഫറായിട്ട് വന്നു എന്നുള്ള രേഖ മാത്രമാകുന്നുള്ളൂ. ഇവർക്ക് മിനിമം മാർക്ക് ഇല്ലായിരുന്നുള്ളതും ഇവർ രേഖ തിരുത്തുന്നുള്ള വിവരങ്ങളൂടെ വേണം. ഞാൻ ഈ ലോ കോളേജുകളിലൊക്കെ കയറി ഇറങ്ങി, ലോ അക്കാഡമിയിലെ ലോ കോളേജിലൊക്കെ കയറി ഇറങ്ങി സംസാരിച്ചെങ്കിൽ അവരാരും വിവരങ്ങൾ തരാൻ തയ്യാറല്ല. അവർ പറഞ്ഞു, അത് മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ്, ഞങ്ങളുടെ ഒരു വിവരമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ കാര്യം തോമസ് ജേക്കബും ആയിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജോണിനൊന്ന് ബോംബെ വരെ പോകാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പോകാം, പക്ഷേ അത്ര എളുപ്പമൊന്നുമല്ല വിവരങ്ങൾ കിട്ടുക. അത് സാരമില്ല, ഏതായാലും പോയി നോക്കുക, കിട്ടുന്നില്ലെങ്കിൽ ബോംബെ കണ്ട് തിരിച്ചു പോരുക. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. അദ്ദേഹം അതൊരു വളരെ ലിഷർലി ആയിട്ട് എടുക്കുകയുള്ളൂ. വാർത്ത കിട്ടിയെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ പക്ഷേ നമുക്കതൊരു ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസത്തെ ഫ്ലൈറ്റിന് തന്നെ ബോംബെക്ക് പോകുന്നു. അവിടെ ഒരു ഹോട്ടലിൽ പോയി താമസിക്കുന്നു. ആദ്യം ഈ ലോ കോളേജുകളിലൊക്കെ കയറി ഇറങ്ങി, ലോ കോളേജുകളിൽ ഈ കുട്ടികളൊക്കെ പഠിച്ച ലോ കോളേജുകൾ കണ്ടുപിടിച്ച് ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കുട്ടികളാണെന്നുള്ള വിവരം എൻ്റെ കയ്യിലുണ്ട്. കണ്ടുപിടിച്ചിട്ട് ഞാൻ ആ ലിസ്റ്റുമായിട്ട് അവിടെ ചെന്ന് അവരോട് സംസാരിക്കുന്നു. ആദ്യം ചെന്ന ലോ കോളേജ്, അവിടുത്തെ ലോ കോളേജുകളൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിൻ്റെയൊക്കെയാണ്, എം പിമാരുടെയൊക്കെയാണ്. അപ്പോൾ ആദ്യം ചെന്ന ലോ കോളേജിൽ അവിടുത്തെ മാനേജറായിട്ടിരിക്കുന്ന ഒരു മലയാളിയാണ്. അതെനിക്ക് വളരെ സൗകര്യമായെന്ന് മാത്രമല്ല, അദ്ദേഹമാണ് അവിടെ മാനേജറായിട്ടിരിക്കുന്നതെന്നും അദ്ദേഹം ഒരു കുപ്പി സ്കോച്ച് കൊടുത്താൽ എന്ത് കാര്യവും ചെയ്തു തരുമെന്നുമൊക്കെ നേരത്തെ എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് വിവരം കിട്ടിയിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ കൃത്യമായിട്ട് എൻ്റെ മുന്നിൽ വന്ന് നിന്നപ്പോൾ എനിക്ക് വളരെ സൗകര്യമായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ സ്കോച്ചൊന്നും കൊടുത്തൊന്നുമില്ല, ഇത്തരം വിവരങ്ങൾ എനിക്ക് വേണം. ആരൊക്കെയാണ് ഇവിടെ പഠിച്ച വിദ്യാർത്ഥികളുടെ മിനിമം മാർക്ക് എത്രയായിരുന്നു, അവർ പാസ്സായെന്നുള്ള കാര്യങ്ങൾ. ആദ്യം അദ്ദേഹം പറഞ്ഞു, ഒന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചെയ്ത മലയാള മനോരമയാണ്, ഞാനതേക്കുറിച്ച് വാർത്ത എഴുതും, താങ്കളും ഇതിനകത്ത് അവരെ സംബന്ധിച്ച് അവർ പാസ്സാകാതാണ് ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. നിങ്ങൾ ഈ വിവരം തരുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം ഇത് യൂണിവേഴ്സിറ്റിയിലുള്ള വിവരമാണ്, അവിടുത്തെ കോളേജിലുള്ള വിവരമാണ്. ഇത് എവിടെ നിന്ന് വന്നു എന്ന് ഞാൻ ആരോടും പറയുന്നില്ല. പക്ഷേ നിങ്ങളിത് തന്നില്ലെങ്കിൽ നിങ്ങളിത് മൂടി വയ്ക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ പറയുമെന്ന് പറഞ്ഞു. ഏതായാലും എൻ്റെ ആ ഒരു സ്ട്രാറ്റജി അവിടെ വിജയിച്ചു. ആ കംപ്ലീറ്റ് അഡ്മിഷൻ അവിടെ പഠിച്ച കുട്ടികളുടെ എല്ലാ ലിസ്റ്റ് പുള്ളി ആ ബുക്ക് എടുത്ത് എൻ്റെ മുന്നിൽ വെച്ചു. അപ്പോൾ ഞാനതെല്ലാം നോക്കിയപ്പോൾ ഇവരെ ആർക്കും മിനിമം മാർക്കില്ല. ആ കോളേജിൽ 6-7 കുട്ടികളാണ് പഠിച്ചിരുന്നത്, ആർക്കും മിനിമം മാർക്കില്ല. ഞാനതെല്ലാം നോട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഫോട്ടോ കോപ്പി വേണമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഫോട്ടോ കോപ്പി ഒന്നും തരാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ഫോട്ടോ കോപ്പി കിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ കോപ്പി തരാൻ വിസമ്മതിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എന്നോട് പറയണമെന്ന് പറഞ്ഞു. അവസാനം പുള്ളി എനിക്ക് ഫോട്ടോ കോപ്പി എടുത്തു തന്നു. അതിനുശേഷം അടുത്ത ലോ കോളേജിൽ പോയി. ആ കോളേജിൽ ചെന്നപ്പോഴും ഇതേപോലെ പ്രശ്നമുണ്ട്. അവിടെ മലയാളികൾ ആരുമില്ല, പക്ഷേ ആദ്യം അവർ തരാൻ വിസമ്മതിച്ചു.
അവിടെ ഞാൻ മനോരമ എന്ന് പറഞ്ഞില്ല, കാരണം അന്ന് മനോരമ എന്ന് പറഞ്ഞാൽ അവിടെ ആർക്കും അത്ര അറിയണമെന്നില്ല. അപ്പം ഞാൻ ദ വീക്ക് മാഗസിൻ്റെ റിപ്പോർട്ടറാണ്, ഞാനിത് വീക്ക് മാഗസിനിൽ നിങ്ങൾക്കെതിരായിട്ട് വാർത്ത എഴുതുമെന്ന് പറഞ്ഞു. അപ്പോൾ വീക്ക് അവിടെയൊക്കെ അറിയപ്പെടുന്നൊരു മാഗസിൻ ആയതുകൊണ്ട് അതും ഏറ്റു. പുള്ളി എനിക്ക് ബുക്കുകൾ എടുത്ത് തന്നു എന്ന് മാത്രമല്ല, അവിടെ ഫോട്ടോ കോപ്പി എടുക്കാനായിട്ട് സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ പുറത്ത് കൊണ്ടുപോയി എടുത്ത് തിരിച്ച് കൊണ്ടുവരാൻ വരെ അദ്ദേഹം സഹായിച്ചു. പുള്ളി എൻ്റെ കൂടെ വന്നു, ഒരു കടയിൽ പോയി ഫോട്ടോ കോപ്പി എടുത്ത് തിരിച്ച് ആ ബുക്ക് അതുപോലെ കൊണ്ട് കൊടുത്തു. അപ്പം ഇവരവിടെ പഠിച്ചിരുന്നു എന്നുള്ളതിനും ഇവർക്ക് മിനിമം മാർക്കില്ലായിരുന്നുള്ളതിനും രേഖകളായി. ഇനി അടുത്ത പ്രശ്നം, ഇവർ പരീക്ഷ എഴുതിയപ്പോൾ അവർക്ക് കിട്ടിയ മാർക്ക് എത്രയാണ്, ഇവർ പാസ്സായില്ല എന്നുള്ള ഇവർ അറിയണം. അത് ആ കോളേജിലില്ല, അത് യൂണിവേഴ്സിറ്റിയിലേ ഉള്ളൂ. അപ്പോൾ ബോംബെ യൂണിവേഴ്സിറ്റി പോകുക, എനിക്ക് അവിടെ ഒരു ബന്ധങ്ങളുമില്ല, ആരെയും അറിയില്ല. അപ്പം ഞാൻ നേരെ യൂണിവേഴ്സിറ്റി ഈ ഓഫീസിലേക്ക് ഒരു ദിവസം രാവിലെ അങ്ങ് ചെല്ലുന്നു. ബോംബെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു ബഹുനില മന്ദിരമാണ്, അതൊരു കടൽ പോലെയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ആകെ ഞാൻ ആലോചിച്ച ഒറ്റ മാർഗ്ഗമുള്ളൂ, ഏതെങ്കിലും ഒരു മലയാളിയെ കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു മലയാളിയെ കണ്ടുപിടിച്ചു, അദ്ദേഹം വേറൊരു മലയാളിയെ വിളിച്ചു. അങ്ങനെ 2-3 മലയാളികൾ എന്നെ സഹായിക്കാൻ വേണ്ടി കൂടി. സ്വാഭാവികമായിട്ടും അന്ന് ഇന്നും നമ്മളൊരു മറ്റൊരു സ്റ്റേറ്റിൽ ചെല്ലുമ്പോൾ മലയാളികൾ നമ്മളെ വളരെ സഹായിക്കും. ആ മലയാളി എന്നുള്ള ഒറ്റ പരിഗണന വെച്ച് അദ്ദേഹം എന്നോട് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇവരൊക്കെ പറഞ്ഞു ഇങ്ങനെ കുറച്ച് വിവരങ്ങൾ അന്വേഷിക്കാനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊന്നും ചെയ്യേണ്ട, നിങ്ങളത് വൈസ് ചാൻസലറോടോ രജിസ്ട്രാറോടോ ഒന്നും ചോദിക്കേണ്ട, ഞാനത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. എന്നെ അവർ സ്റ്റാഫാണല്ലോ, അവരെന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് അവിടുത്തെ ഈ റെക്കോർഡ് സൂക്ഷിച്ചിരിക്കുന്ന മുറിയിൽ പോയി, സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി. അവർ തന്നെ എല്ലാ ഫയലും എടുത്തു വന്നു. അന്നത്തെ ഈ കംപ്ലീറ്റ് ഓരോ കോളേജിൻ്റെയും ഡീറ്റെയിൽസ് അവരെടുത്ത് തന്നെ മുന്നിൽ കൊണ്ട് വെച്ചു. അപ്പം നോക്കിയപ്പം ഈ കുട്ടികളുടെ എല്ലാം പേര്, പലരും പരീക്ഷ എഴുതിയിട്ടില്ല, എഴുതിയവർക്ക് തന്നെ തോറ്റിരിക്കുകയാണ്. 1 മാർക്ക് 2 മാർക്ക് 5 മാർക്കൊക്കെയാണ്. അപ്പം ഞാനതെല്ലാം അന്ന് അവിടെ നിന്ന് ഫോട്ടോ കോപ്പി എടുക്കാൻ പറ്റിയില്ല, എല്ലാം എഴുതിയെടുത്തിട്ട് അന്ന് രാത്രി ഈ വാർത്ത തയ്യാറാക്കി പിറ്റേ ദിവസം അന്ന് ഫയൽ ചെയ്യുകയാണ്. അതായത് കേരളത്തിലെ വിവിധ ലോ കോളേജുകളിൽ പഠിക്കുകയും ഇവിടെ സെൻറ്റിലും സിൻഡിക്കേറ്റിലും അംഗമായിരിക്കുകയും ചെയ്യുന്ന പലരും വ്യാജ മാർക്ക് ലിസ്റ്റ് ഉപയോഗിച്ചാണ് ഇവിടെ അഡ്മിഷൻ നേടിയിരിക്കുന്നുള്ള വാർത്ത. അക്കാലത്ത് വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ വാർത്തയാണ്. നിയമസഭ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു, നിയമസഭയിൽ അത് വലിയ ഒച്ചപ്പാടുണ്ടായി. ആദ്യം അതേക്കുറിച്ച് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കുമെന്ന് സർക്കാർ പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് പിന്നീട് വേറൊരു സംഭവം ഉണ്ടായത്, ഈ പ്രതികളിൽ അല്ലെങ്കിൽ ഈ കുറ്റാരോപിതരായിട്ടുള്ള വിദ്യാർത്ഥികളിൽ പലരും ഇടതുപക്ഷ പാർട്ടികളിൽപ്പെട്ടവരായിരുന്നു. ഇവിടെ SFIയുടെയോ അല്ലെങ്കിൽ അതുപോലുള്ള സംഘടനകളുടെയൊക്കെ അംഗങ്ങളായിരുന്നു. കുറച്ച് പേര് KSUക്കാരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയമായിട്ടാണ് അന്നത്തെ സർക്കാർ എടുത്തത്. നായനാർ സർക്കാർ ഭരിക്കുന്ന കാലമായതുകൊണ്ടും ഒക്കെ അത് രാഷ്ട്രീയമായിട്ട് എടുത്തു. മനോരമ ഈ ഇടതുപക്ഷത്തെ മോശമാക്കി കാണിക്കാൻ വേണ്ടി എടുത്ത ഒരു വാസ്തവത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ലായിരുന്നു, സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ. പക്ഷേ അങ്ങനെ വന്നതോടുകൂടി സർക്കാർ പിന്നെ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പോയി. അപ്പോൾ തിരിച്ച് ഞാൻ ഇതെല്ലാം റിപ്പോർട്ട് ഞാൻ അവിടുന്ന് ഗോവയിൽ പോയി, ബാംഗ്ലൂരൊക്കെ പോയിട്ട് പല കോളേജുകളിലും കയറി ഇറങ്ങി കൂടുതൽ വിവരങ്ങളായിട്ട് പിന്നീട് റിപ്പോർട്ടുകളൊക്കെ അവിടുന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വരുമ്പോഴത്തെ അവസ്ഥ, സർക്കാർ ഇതിനകത്തൊരു കുഴപ്പവും നടന്നിട്ടില്ല എന്നുള്ള ഒരു നിലയിലേക്ക് അത് മാറിയിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് സ്ഥാപിച്ചെടുക്കേണ്ട ഒരു ആവശ്യമായി. ഞാൻ പിന്നീട് ഇത് ഈ വ്യാജരേഖയാണ് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറേയേറെ എഴുതേണ്ടി വന്നു. എല്ലാ ദിവസവും എന്നുള്ള മട്ടിൽ അന്ന് വാർത്തകൾ ഇതേക്കുറിച്ച് എഴുതിക്കൊണ്ടിരുന്നു. ഈ വിദ്യാർത്ഥികളുടെ ഓരോരുത്തരുടെയും അക്കാഡമിക് ഹിസ്റ്ററി, ഇവർക്ക് ലഭിച്ച മാർക്ക്, ഇവർക്ക് അവിടെ ലഭിച്ച മാർക്ക്, എങ്ങനെ ഇവർ ഈ വ്യാജരേഖ തയ്യാറാക്കി, എങ്ങനെ അവർക്ക് അഡ്മിഷൻ കിട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിരന്തരമായിട്ട് എഴുതി വന്നപ്പോൾ അവസാനം സർക്കാർ വഴങ്ങി. സർക്കാർ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഇതേക്കുറിച്ച് പഠിക്കാനായിട്ട്. ആ കമ്മിറ്റി ഇത് ശരിയാണെന്നും റിപ്പോർട്ട് ശരിയാണെന്നും ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ഒരു വ്യാജ രേഖ ഉപയോഗിച്ചാണ് അഡ്മിഷൻ നേടിയതെന്നും കണ്ടെത്തി അത് റിപ്പോർട്ട് ചെയ്തു. അന്നവിടെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ മുഴുവൻ പുറത്തായി. കാരണം അർഹരായ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുമ്പോഴാണ് അതിനേക്കാളും കുറഞ്ഞ മാർക്ക് വാങ്ങിയവർ ഇവിടെ വന്ന് അഡ്മിഷൻ എടുത്തതും അത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് അന്ന് അവരെല്ലാം പുറത്താക്കി. ഇൻ്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ തന്നെ കുറേ കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിരുന്നു അന്ന് യൂണിവേഴ്സിറ്റി. അപ്പോൾ ആ ഒരു വാർത്ത സത്യത്തിൽ എൻ്റെ ഇവിടുത്തെ കരിയറിൻ്റെ തുടക്കത്തിൽ വളരെയേറെ ഒച്ചപ്പാടുണ്ടാക്കിയ ഒരു വാർത്തയാണ്. അന്ന് അതിനുശേഷം കരുണാകരൻ സർക്കാരിൻ്റെ കാലത്ത് ഇതുപോലെ തന്നെ നേരത്തെ ഞാൻ എറണാകുളത്ത് വെച്ച് കരുണാകരന് അനുകൂലമായിട്ടാണ് വാർത്ത എഴുതിയെങ്കിൽ കരുണാകരനെതിരായിട്ടുള്ള പല വാർത്തകളും കൊടുക്കേണ്ടി വന്നു. കരുണാകരൻ മന്ത്രിസഭയിലെ അന്ന് സ്പിരിറ്റ് കള്ളക്കടത്തിനെക്കുറിച്ച് വളരെ ഒച്ചപ്പാടുണ്ടാക്കിയ ഒരു വാർത്ത അന്നൊരു പരമ്പരയായിട്ട് തന്നെ അത് എഴുതി. അതായത് അക്കാലത്ത് ഇവിടെ ചാരായം നിരോധനം വരുന്നതിന് മുമ്പുള്ള കാലമാണ്. ചാരായം സർക്കാർ നിയന്ത്രണത്തിലാണെന്ന് വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സർക്കാർ തന്നെ വിദേശത്ത് നിന്ന് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് സ്പിരിറ്റ് കൊണ്ടുവന്ന് ഇവിടെ ഈ ലേലത്തിൽ
ഈ കടകളെടുക്കുന്ന അല്ലെങ്കിൽ ഷോപ്പുകളെടുക്കുന്ന അബ്കാരി കോൺട്രാക്ടർമാർക്ക് അത് സർക്കാർ തന്നെ സപ്ലൈ ചെയ്യുകയും അവരത് ചാരായമാക്കി മാറ്റി വിതരണം ചെയ്യുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഓണക്കാലത്ത് സർക്കാർ 1 കോടി ലിറ്റർ സ്പിരിറ്റ്, കാരണം ഓണക്കാലത്താണല്ലോ ഏറ്റവും കൂടുതൽ സ്പിരിറ്റിന് ആവശ്യം വരുന്നത്, അപ്പോൾ 1 കോടി ലിറ്റർ സ്പിരിറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സർക്കാർ ഒരു തീരുമാനമെടുത്തു. കാരണം 1 കോടി ലിറ്റർ കൊണ്ടൊന്നും തികയത്തില്ല, അത് കൂടുതൽ വരും. പക്ഷേ അത് കുറേയൊക്കെ വേറെ വഴിക്കും എത്തും ഇവിടെ. അപ്പോൾ 1 കോടി ലിറ്റർ സ്പിരിറ്റ് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ട് സർക്കാർ അത് കൊണ്ടുവന്നില്ല. കർണാടക സർക്കാരിൻ്റെ കാലത്താണ്. ഇന്ന് പത്മകുമാറാണ് ചീഫ് സെക്രട്ടറി. പത്മകുമാർ ഉൾപ്പെടെ 3 IAS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ് ഇതിനു വേണ്ടി കൊട്ടേഷൻ വിളിക്കുകയും കരാർ കൊടുക്കുകയും ഇത് കൊണ്ടുവരികയും ചെയ്യേണ്ട ഉത്തരവാദിത്തം അവർക്കാണ്. ഇതിൻ്റെ ഒരു മീറ്റിംഗ് കൂടിയപ്പം പത്മകുമാർ പറഞ്ഞു, ഇവിടെ ഇത്തവണ നമുക്ക് സ്പിരിറ്റ് ഒന്നും കൊണ്ടുവരണ്ട, കാരണം സമയം വളരെ ലേറ്റായി. അപ്പോൾ കൂടെ ഇരുന്ന വേറൊരു IAS ഉദ്യോഗസ്ഥൻ പറഞ്ഞു, അല്ല സാറേ, സ്പിരിറ്റ് കൊണ്ടുവന്നില്ലെങ്കിൽ എങ്ങനെയാണ് കള്ളക്കടത്ത് വരത്തില്ലേ ഇവിടെ? അതൊക്കെ അവർ കൊണ്ടുവന്നോളൂ, അതങ്ങ് നടന്നോളും എന്ന് പറഞ്ഞു. ഈ കൂടെ ഉണ്ടായിരുന്ന ഈ കമ്മിറ്റിയിൽ ഒരാളാണ് എന്നോട് വിവരം പറഞ്ഞത്. അപ്പം ഞാൻ അത് കേട്ടപ്പോൾ അതിനകത്ത് കൊള്ളാമല്ലോ, നല്ല വാർത്തയാണല്ലോ എന്ന് കേട്ടു. അതായത് സർക്കാർ കൊണ്ടുവരേണ്ടിയിരുന്ന 1 കോടി ലിറ്റർ സ്പിരിറ്റിൻ്റെ കരാർ റദ്ദാക്കുന്നു, അത് വേണ്ടെന്ന് വയ്ക്കുന്നു. പക്ഷേ ഇവിടെ ചാരായത്തിന് യാതൊരു ക്ഷാമം ഉണ്ടാകുന്നുമില്ല, എല്ലായിടത്തും ചാരായ നിർബാധം വിൽക്കുന്നു. അപ്പോൾ ഇത് മനഃപൂർവ്വമായിട്ട് ചെയ്തതാണ്, ഇത് ഈ സ്പിരിറ്റ് കള്ളക്കടത്തുകാരെ സഹായിക്കാനാണെന്നും പറഞ്ഞ് ഞാനൊന്നൊരു വാർത്ത എഴുതി. അപ്പോൾ അന്ന് ഇതുപോലെ തോമസ് ജേക്കബ് സാറിനോട് ചോദിച്ച് ഇത് ഒന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് ഇത് കൊണ്ടുവരുന്നത്, ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നൊക്കെ ഞാൻ പരിശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ചെക്ക് പോസ്റ്റുകളിൽ പോയി അവിടെ എങ്ങനെയാണ് സ്പിരിറ്റ് കള്ളക്കടത്ത് നടക്കുന്നതെന്നുള്ളത് കണ്ടെത്തി. അന്ന് വളരെ രസകരമായൊരു സംഗതി, അന്ന് രവീന്ദ്രപാലായിരുന്നു എക്സൈസ് മന്ത്രി. രവീന്ദ്രപാൽ അന്ന് വാളയാർ ചെക്ക് പോസ്റ്റിൽ പോയിട്ട് അന്ന് ഈ ടാങ്കർ ലോറിയിൽ സ്പിരിറ്റ് കള്ളക്കടത്ത് നടത്തുന്നത് കണ്ടുപിടിക്കാനായിട്ട് അത് ഏണി വെച്ച് കയറി അത് കമ്പിട്ട് നോക്കുന്നതിൻ്റെ പടമൊക്കെ പത്രത്തിൽ വാർത്ത വന്നിരുന്നു. ഇതെല്ലാം റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. അതായത് സർക്കാർ ഇതെല്ലാം ഒരു വശത്ത് ചെയ്യുമ്പോഴും മറുവശത്ത് സ്പിരിറ്റ് കള്ളക്കടത്തിന് സർക്കാർ തന്നെ വഴിയൊരുക്കും എന്നുള്ളതായിരുന്നു എൻ്റെ പോയിൻറ്റ്. അങ്ങനെ ഞാൻ ഒരു പരമ്പര എഴുതി. അപ്പോൾ ആ പരമ്പര ഒരു വലിയ ഒച്ചപ്പാടുണ്ടാക്കിയൊരു പരമ്പരയാണ്. അപ്പോൾ അതിനകത്ത് ഈ സ്പിരിറ്റ് കള്ളക്കടത്തിന് പിന്നിൽ ആരൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് കുറേ വ്യക്തികളെ പേര് പറയാതെ അവതരിപ്പിച്ചു. അവരൊക്കെ പിന്നീട് രാഷ്ട്രീയക്കാർ അവരുടെ പേര് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ അന്ന് സർക്കാർ കുറച്ച് ബാർ ലൈസൻസുകൾ കൊടുത്തു. 21 ബാർ ലൈസൻസുകൾ ടൂറിസത്തിൻ്റെ മറവിൽ ഇവിടെ പലർക്കായിട്ട് വിതരണം ചെയ്തു. ഇതിൻ്റെ പേരിൽ വൻ അഴിമതി നടന്നതായിട്ട് ക്ലിയർ ആയിരുന്നു. അപ്പോൾ ഇതും ഞാൻ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. 21 ബാർ ലൈസൻസും വിറ്റതിൻ്റെ പിന്നിൽ 1 ലക്ഷം മുതൽ, അന്ന് 1 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് വലിയ തുകയാണ്, 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുത്തു. അങ്ങനെ ഈ വാർത്ത കൊടുത്ത സമയത്ത് ഈ വാർത്തയിൽ പലരുടെയും പേര് പറയാതെ പലരും സൂചിപ്പിച്ചു. ഇവരുടെയൊക്കെ പേരുകൾ പിന്നീട് രാഷ്ട്രീയക്കാർ, പ്രതിപക്ഷത്തുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞതോടുകൂടി അത് വലിയ സംഭവമായി. അവർ പലരും പത്രസമ്മേളനം നടത്തി. അങ്ങനെ അതൊരു വലിയ സംഭവമായിട്ട് മാറിയപ്പോൾ അന്ന് ബാറുകളെല്ലാം അന്ന് റദ്ദാക്കി. ഒരു ബാർ 21 ബാറും അന്ന് പിന്നെ അനുവദിച്ചില്ല. അപ്പോൾ ഇതൊക്കെ അന്നത്തെ ഒരു വലിയ സംഭവങ്ങളായിട്ട് വന്നതാണ്. വളരെ രസകരമായ കൗതുകരമായ ഒരു കാര്യം കൂടെ ആയിടയ്ക്ക് തന്നെ എൻ്റെ ആദ്യകാല തിരുവനന്തപുരത്തെ പത്രപ്രവർത്തന കാലത്തുണ്ടായി. അതിനും ഒരു രാഷ്ട്രീയ മാനമുണ്ട്. നമുക്കറിയാമല്ലോ, ഒരു വാർത്ത ഏറ്റവും കൂടുതൽ വലിയ വിവാദമാകുന്നത് ക്രൈമും പൊളിറ്റീക്സും ചേരുമ്പോഴാണ്. ക്രൈം മാത്രമാണെങ്കിൽ അത്രയും വിവാദമില്ല, പൊളിറ്റീക്സും കൂടെ ചേരുമ്പോൾ കുറച്ചുകൂടെ വിവാദമായി. അതിനകത്ത് സെക്സും കൂടെ വന്നാൽ അതിൻ്റെ ഊഷ്മാവ് വീണ്ടും ഉയരും. അത്തരത്തിലുള്ള ഒരു സംഭവം, ഒരു ചെറിയ സംഭവമാണെങ്കിൽ അതൊരു വലിയ ചർച്ചയും വലിയൊരു വാർത്തയുമായി മാറുകയും അതിന് പിന്നീട് വാർത്തകളുടെ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ടായി. അതായത് അന്ന് കോവളത്ത് ഒരു ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ തലേ രാത്രിയിൽ, ന്യൂ ഇയർ ഈവിന് ഞാനും ഫോട്ടോഗ്രാഫർ ജയചന്ദ്രനും കൂടി പോകുന്നു അർദ്ധരാത്രിയിൽ. അതിന് പോകാൻ കാര്യം, എന്നോട് അവിടുന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, ഇവിടെ ന്യൂ ഇയർ ഈവിൽ വിദേശ വനിതകൾക്കെതിരായിട്ട് ഒത്തിരി അതിക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു, പക്ഷേ ആരും അറിഞ്ഞില്ലത്. നിങ്ങൾ വരാമെന്നുണ്ടെങ്കിൽ നേരിട്ട് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ജയചന്ദ്രനും കൂടി അവിടെ ചെല്ലുന്നു. രാത്രി ഒരു 11-12 മണി 11:30 ആയപ്പോൾ ഞങ്ങളവിടെ എത്തി. അപ്പം അവിടെ ആ കോവളം ബീച്ച് നിറയെ ചെറുപ്പക്കാരാണ്, കുറേ വനിതകളുമുണ്ട്, വിദേശ വനിതകൾ. ന്യൂ ഇയർ ആഘോഷം തുടങ്ങി. ഹാപ്പി ന്യൂ ഇയർ എന്നും പറഞ്ഞ് ഈ ചെറുപ്പക്കാർ പോയി സ്ത്രീകളെ ക്ഷയിക്കാൻ കൊടുക്കുകയും പിന്നെ അവർ ഉപദ്രവിക്കാനും തുടങ്ങി. ജയചന്ദ്രൻ ഇതിൻ്റെ എല്ലാം ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തപ്പോഴത്തേക്ക് ചിലർ വന്ന് ജയചന്ദ്രനോട് വഴക്കുണ്ടാക്കി, രംഗങ്ങളൊക്കെ ഉണ്ടായി. എന്തായാലും ഈ ഫോട്ടോ എല്ലാം വെച്ചിട്ട് ഇതേക്കുറിച്ച് മനോരമ 1-ാം പേജിൽ 8 കോളത്തിൽ വാർത്ത കൊടുത്തു. ഈ പടങ്ങളൊക്കെ വെച്ചിട്ട് അർദ്ധരാത്രിയിൽ വിദേശ വനിതകളുടെ നേർക്ക് ആക്രമണമെന്നും പറഞ്ഞ് ന്യൂ ഇയറിൻ്റെ മറവിൽ ഹാപ്പി ന്യൂ ഇയർ വനിതകൾ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് തലക്കെട്ടോടുകൂടി ഒരു വലിയ വാർത്ത കൊടുത്തു. ഈ വാർത്ത വലിയ സംഭവമായി. ആദ്യം
ടൂറിസം മന്ത്രി ആയിരുന്ന ശ്രീനിവാസൻ അത് നിഷേധിച്ചു. ഇങ്ങനത്തെ സംഭവം ശരിയല്ല. കാരണം അന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ടായി വാർത്ത വരുന്നത്. കാരണം തലേദിവസം വൈകിട്ട് അതായത് പിറ്റേ ദിവസം പത്രത്തിൽ വന്നില്ല, ഒരു ദിവസം കഴിഞ്ഞാൽ. അപ്പോൾ ഇതാരോ കൊടുത്ത തെറ്റായ ഫോട്ടോ വെച്ചിട്ട് മനോരമ കൊടുത്താണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ. അപ്പോൾ ഞാൻ ഭാഗ്യത്തിന് പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ ചലഞ്ച് ചെയ്തു. ഈ റിപ്പോർട്ട് ചെയ്തത് ഞാനാണ്, മനോരമയുടെ ഫോട്ടോഗ്രാഫറാണ്, അതിൻ്റെ ജയചന്ദ്രനാണ് പടമെടുത്തത്. നിങ്ങൾക്ക് ആരെ കൊണ്ട് വല്ല അന്വേഷിപ്പിക്കാം, ഇതിൻ്റെ സത്യം എന്താണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി അന്വേഷിപ്പിക്കാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി അന്വേഷിപ്പിക്കാം. അങ്ങനെ അന്നത്തെ ടൂറിസം സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ഡി ബാബു പോളിനെ അന്വേഷണ കമ്മീഷനായിട്ട് പ്രഖ്യാപിച്ചു. ബാബു പോൾ അന്വേഷണം നടത്തിയപ്പോൾ അതിന് വേറെ ചില അനുബന്ധ സംഭവങ്ങളുണ്ടായി. പിറ്റേ ദിവസം ഞാൻ ആ ദിവസങ്ങളിൽ പോലീസ് എന്തെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കോവളത്തെ, ശംഖുമുഖത്തെ, തിരുവല്ലത്തെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കാണ് അറിയുന്നത് കോവളത്ത് തന്നെ സമുദ്ര ബീച്ചിൽ ആ രാത്രിയിൽ ഒരു വിദേശ വനിതയെ ബലാത്സംഗം ചെയ്തതായിട്ടൊരു കേസ് പോലീസ് സ്റ്റേഷനിലുണ്ട്. ആ വിദേശ വനിത തന്നെ പരാതിപ്പെട്ടതാണ്. അപ്പോൾ അതുകൂടെ ആയപ്പോഴത്തേക്ക് ഇതിന് കുറച്ചുകൂടി ഒരു വലിയ മാനം വന്നു. അതും കൂടെ അടുത്ത ദിവസം അതും കൂടെ വാർത്തയാക്കി. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് അന്വേഷണം നടക്കുന്ന സമയത്ത് ബാബു പോൾ എന്നെ വിളിച്ചു ഈ മൊഴിയെടുക്കാൻ വേണ്ടി. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്തിരുന്നു. ഞാൻ ഈ വിദേശ വനിത ഈ ബലാത്സംഗം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ട പരാതി പറഞ്ഞ വിദേശ വനിതയുടെ അവർ എന്നോട് പോലീസ് തന്നെ ഒരാൾ പറഞ്ഞു, ഇവർ ഇന്ന് ഫ്ലൈറ്റിന് പോവുകയാണ് തിരിച്ച്, അവരിനി ഇവിടെ നിൽക്കുന്നില്ല, അവർ ഒരു മാസത്തേക്ക് വന്നതാണ്, അവർ പക്ഷേ ഇവിടുത്തെ പീഡാനുഭവം കൊണ്ട് അവർ പോവുകയാണ്, അതുകൊണ്ട് അവരെ ഇപ്പോൾ എയർപോർട്ടിൽ ചെന്നാൽ കാണാമെന്ന് പറഞ്ഞു. ഞാൻ ഒരു ടേപ്പ് റെക്കോർഡറുമായിട്ട് അവരെ പോയി കണ്ടിട്ട് അവരുടെ കഥ മുഴുവൻ നറേറ്റ് ചെയ്യുന്ന ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു. ഇത് ഞാൻ ബാബു പോൾ സാറിൻ്റെ മുന്നിൽ വെച്ചു കൊടുത്തു. പുള്ളി ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു ഇനി ഒന്നും അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ റിപ്പോർട്ട് 100% ശരിയാണെന്ന് പറഞ്ഞന്ന് കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. അതിനുശേഷമാണ് ഇവിടെ ഈ ലൈഫ് ഗാർഡ്സിനെ നിയമിച്ചതിന് ശേഷമാണ്. അപ്പോൾ അത് ഒരു വലിയൊരു സംഭവം. അതിന് പിന്നെ വേറൊരു രസകരമായ ഒരു മാനം കൂടി അതിന് വന്നു. അതായത് ഈ വാർത്ത അന്ന് സർക്കാരിന് വലിയ ക്ഷീണമുണ്ടാക്കി എന്നുള്ള കാരണം കൊണ്ട് മുഖ്യമന്ത്രി നായനാർ ഇതിനെ കഠിനമായിട്ട് വിമർശിച്ചിരുന്നു. ഇത് മനോരമ ഉണ്ടാക്കിയ കുക്കപ്പ് ചെയ്താന്നൊക്കെ അല്ലെങ്കിൽ മനോരമ ഇത് വളരെ ഹൈലൈറ്റ് ചെയ്തത് വഴി ടൂറിസത്തിന് ദോഷമാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അന്ന് പാതിരാമണലിൽ ഒരു ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോഴേ, പാതിരാമണൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹം ഈ സംഭവം എടുത്തിട്ടു. ഇത് കേരളത്തിലെ ഒരു വിദേശ വനിതയെ ബലാത്സംഗം ചെയ്തത് ഒരു വലിയ വാർത്തയായിട്ട് ചില പത്രങ്ങൾ ഇവിടെ കൊടുത്തു. ഇത് മുതലാളിത്ത രാജ്യങ്ങളിലാണ് ഈ ബലാത്സംഗം നടക്കുന്നത്. അവിടെ ഒരു ചായ കുടിക്കുക, ഒരു ബലാത്സംഗം ചെയ്യുക, ഒരു ചായ കുടിക്കുക, ഒരു ബലാത്സംഗം ചെയ്യുക, അതുകൊണ്ട് അവിടെ നിന്നൊന്നും വലിയ കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞു. അന്ന് ഇത് പത്രങ്ങളിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പം അത് ലീലാ മേനോൻ എന്ന് പറയുന്ന ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അന്നത്തെ റിപ്പോർട്ടർ ഇതൊരു വലിയ വാർത്തയായിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട്, മനോരമ ചെറിയ വാർത്തയായിട്ടേ വന്നുള്ളൂ. ഇന്ത്യൻ എക്സ്പ്രസ്സിലെ 1-ാം പേജിൽ വലിയ വാർത്തയായിട്ട്, അതായത് മുഖ്യമന്ത്രി ബലാത്സംഗത്തെ ന്യായീകരിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത. അങ്ങനെ അതൊരു വലിയൊരു ഒരു ചർച്ചാ വിഷയമായിട്ട് അത് മാറി. അതിനെല്ലാം മൂല കാരണമായിട്ട് നിന്നത് എൻ്റെ ജയചന്ദ്രൻ്റെ ഈ റിപ്പോർട്ടായിരുന്നു. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കരുണാകരൻ്റെ കാലത്ത് റിപ്പോർട്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ഗോതമ്പ് ഇടപാടിലെ തട്ടിപ്പ്. അതായത് അക്കാലത്ത് ഒരു ദിവസം ഞാൻ എൻ്റെ അടുത്തൊരു വാർത്ത എത്തുന്നു, റേഷൻ കടകളിൽ ഗോതമ്പ് കിട്ടാനില്ല. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു, എവിടെ ഗോതമ്പൊക്കെ പോകുന്നത്? അപ്പോൾ റേഷൻ കടക്കാരോട് ഞാൻ റേഷൻ കടയിൽ പോയി ചോദിച്ചു എവിടെയാണ് ഗോതമ്പ് പോകുന്നത്? അപ്പോൾ അവർ പറഞ്ഞു അറിഞ്ഞില്ലേ, ഗോതമ്പൊക്കെ ഇപ്പം മില്ലുകളിലേക്ക് പോവുക. അപ്പോൾ എനിക്ക് മില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ ചെറിയ മില്ലുകളുണ്ടല്ലോ അതാണ്. അപ്പോൾ ചെറിയ മില്ലുകളിൽ ഗോതമ്പ് പൊടിക്കാൻ വേണ്ടി പോകുന്നതല്ല, അതിപ്പം നിങ്ങൾ കൊടുത്താലല്ലേ അവിടെ പോവുള്ളൂ. അതിൽ ഞങ്ങളുടെ കയ്യിലൊന്നും ഗോതമ്പ് എത്തുന്നില്ല. ഓഹോ, അത് പിന്നെ എങ്ങോട്ട് പോകുന്നു? ഇപ്പോൾ വലിയ കുറേ മില്ലുകൾ വന്നിട്ടുണ്ട്, 10-20 മില്ല് കേരളത്തിൽ വന്നിട്ടുണ്ട്, റോളർ മില്ലുകൾ, പല നിലകളുള്ള മില്ലുകളാണ്. അവർക്ക് ഒരേ സമയം തന്നെ ടൺ കണക്കിന് ഗോതമ്പ് പൊടിക്കാൻ പറ്റും. അവർക്കാണ് കൊടുക്കുന്നത്. ഞാൻ ചോദിച്ചു റേഷൻ ഗോതമ്പ് എങ്ങനെ അവർക്ക് കൊടുക്കുന്നത്? അത് സർക്കാർ ഒരു സ്കീം ഉണ്ടാക്കി, അതായത് മൊത്തം വരുന്ന റേഷൻ ഗോതമ്പിൻ്റെ പകുതി അവർക്ക് കൊടുക്കുക. അതെങ്ങനെ അങ്ങനെ കൊടുക്കുക? എന്താ നിയമം? അതായത് ഇപ്പോൾ ആളുകൾക്ക് റേഷൻ ഗോതമ്പ് പൊടിച്ച് ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ചിട്ട് അവർക്ക് റേഷൻ പൊടിയാക്കി കവറിലൂടെ റേഷൻ കട വഴി വിതരണം ചെയ്യുക. അപ്പോൾ അവർക്ക് വലിയ സഹായമാവും. റേഷൻ ഗോതമ്പിൻ്റെ വിലയ്ക്ക് തന്നെ അത് കൊടുക്കാനും പറ്റും എന്നുള്ളതാണ്.
ഞാൻ ചോദിച്ചു എവിടെയാണ് റേഷൻ കടയിൽ പോയി ഞാൻ ചോദിച്ചു എവിടെയാണ് ഈ റേഷൻ ഗോതമ്പിൻ്റെ പാക്കറ്റ്? അതും സാറേ ഇവിടെ ഒന്നും വരുന്നില്ല, ആദ്യം ഒരു 2-3 പാക്കറ്റൊക്കെ കൊണ്ട് വെച്ചിരുന്നു, അത് പിന്നെ ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഈ റേഷൻ ഗോതമ്പ് മുഴുവൻ ഓരോ ബ്രാൻഡ് ലേബലിൽ മാർക്കറ്റ് വിൽക്കുക. ഈ 21 മില്ലുകാരും അവരുടേതായ ബ്രാൻഡ് ഉണ്ടാക്കി, ചിലർക്ക് 2-3 മില്ലുണ്ട്, ആ ബ്രാൻഡ് ഉണ്ടാക്കിയിട്ട് അവർ പല പേരുകളിലായിട്ട് ഇത് വിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് റേഷൻ വിലയ്ക്ക് ഗോതമ്പ് മേടിച്ചിട്ട് അത് ബ്ലാക്കിൽ വലിയ വിലയ്ക്ക് വിൽക്കുന്നു. അത് അന്വേഷിച്ചപ്പോഴത്തേക്കാണ് ഇത് ഗോതമ്പ് മില്ലുടമകളും സർക്കാരിൽ ചിലരുമായിട്ടുള്ള ചില ഒത്തുകളിയാണിത്. അതായത് കൃത്യമായിട്ട് ഓരോ മാസം ഇത്ര ലക്ഷം രൂപ സർക്കാരിൻ്റെ ചില ആളുകളുടെ കയ്യിലെത്തിയിരുന്നു. അന്ന് മുസ്തഫയായിരുന്നു അന്നത്തെ ഭക്ഷ്യമന്ത്രി. അപ്പോൾ ഞാനത് അപ്പോൾ അന്ന് ടിക്കാറാം മീണയായിരുന്നു സിവിൽ സപ്ലൈസ് ഡയറക്ടർ. എനിക്ക് പുള്ളി പരിചയമൊന്നുമില്ല അന്ന്. അപ്പോൾ ഞാൻ ഈ വാർത്ത എഴുതുന്നതല്ല ഇമ്മീഡിയറ്റായിട്ട് ആക്ഷനാണ്. അവസാനം ടിക്കാറാം മീണ ഈ അനധികൃതമായിട്ട് ഈ ഗോതമ്പ് മില്ലുടമകൾക്ക് കൊടുത്തതിൻ്റെ, അതായത് പകുതി കൊടുക്കേണ്ട സ്ഥാനത്ത് 3/4 കൊടുത്തു. കൊടുത്തതൊക്കെ തിരിച്ച് റേഷൻ കടകളിൽ എത്തിയിട്ടുണ്ടെന്ന് അവർ ചെക്ക് ചെയ്തില്ല. റേഷൻ കടകളിൽ എത്താതെ ഇതൊക്കെ ബ്ലാക്കിലായിട്ട് പോകുന്നുള്ളത് തെളിയിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ അന്നത്തെ ഈ ഡിസ്ട്രിക്ട് റേഷൻ ഓഫീസർമാർ എല്ലാവരെയും പുള്ളി ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്തു. 14 ജില്ലയിലെയും, കാരണം എല്ലായിടത്തും ക്രമക്കേട് നടന്നു എന്ന് കണ്ട്. അപ്പോൾ അത് വലിയ ഒച്ചപ്പാടായി. മനോരമയുടെ 1-ാം പേജിൽ വലിയ ലീഡായിട്ട് വന്നൊരു വാർത്തയാണത്. ഇതിന് ശേഷം ഉണ്ടായത് ടിക്കാറാം മീണ വളരെ സത്യസന്ധനായ നല്ലൊരു IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് ഒരു വാശി പോലെയാണ് ഈ അഴിമതിക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യുക. അന്നും ഇന്നും ഇപ്പോഴും അത് അതേ സ്പിരിറ്റോടെ തുടരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ എവിടെ എന്ത് ജോലിയിൽ അദ്ദേഹം പ്രവേശിച്ചാലും അറിയാം, അവിടെ ഏതെങ്കിലും തരത്തിൽ ഈ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടവും അതുകൊണ്ട് കൈപ്പൊള്ളുകയും ചെയ്തൊരു വ്യക്തിയാണ് വേണ്ടി. അപ്പം മീണയെ അന്ന് ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു. മീണയെ വിളിച്ച് ഫയർ ചെയ്ത് ഭയങ്കരമായിട്ട്. എന്നിട്ട് മീണയോട് പറഞ്ഞു, മനോരമയുടെ ലേഖനമായിട്ട് നിങ്ങൾ കേരളം മുഴുവൻ യാത്ര ചെയ്ത് സർക്കാരിനെതിരായിട്ട് വാർത്ത കൊടുക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിനെ യാത്ര ചെയ്തിട്ടില്ല, അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുമില്ല. അതിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് പോലും. അപ്പം മീണയോട് വളരെ രൂക്ഷമായി തട്ടിക്കയറുകയും അവസാനം മീണയുടെ CRൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ പുള്ളി വളരെ മോശമായിട്ട് എഴുതി, ഈ ഉദ്യോഗസ്ഥന് യാതൊരു ഇൻറ്റഗ്രിറ്റിയുമില്ല, ഇദ്ദേഹം സർക്കാരിൻ്റെ രഹസ്യങ്ങൾ പുറത്തേക്ക് ചോർത്തി കൊടുക്കുന്നു, ഇദ്ദേഹം ലേഖനുമായി കാറിൽ യാത്ര ചെയ്ത് വിവിധ സ്ഥലങ്ങളിൽ പോയി സർക്കാരിനെതിരായിട്ട് വാർത്ത കൊടുക്കുന്നു. ഒരു സത്യമില്ലാത്ത കാര്യമാണ്. മാത്രമല്ല പുള്ളി എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കാരിനെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് മാത്രമല്ല, അന്ന് ഏകദേശം 4.5 കോടി രൂപയുടെ കുടിശ്ശിക ഇതായത് ഇവർക്ക് ഈ മില്ലുടമകൾക്ക് റേഷൻ വിലയ്ക്ക് കൊടുത്ത ഗോതമ്പിന് മാർക്കറ്റ് വില ഈടാക്കിയത് വഴി, അതിന് ടാക്സ് ഈടാക്കിയത് വഴി മാത്രം 4 കോടി രൂപ സർക്കാർ റിക്കവർ ചെയ്തു. ഇതെല്ലാം രേഖയുള്ള കാര്യമാണ്. പക്ഷേ ഈ പാവപ്പെട്ട ഉദ്യോഗസ്ഥനെ CR എഴുതി നശിപ്പിച്ച് ഇദ്ദേഹത്തെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് ഒരു വളരെ അപ്രധാനമായ ഒരു പോസ്റ്റിൽ 2.5 വർഷത്തോളം ഇരുത്തി. ഡെപ്യൂട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞൊരു പോസ്റ്റിൽ കൊണ്ട് വളരെ ഇരുത്തി, ഒരു പണിയില്ലാതെ. അതിനുശേഷം ഈ CR ശരിയാക്കിയിട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് തന്നെ ഇടപെടേണ്ടി വന്നു. ഞാൻ പിന്നീട് അതിനുശേഷം ഇത് കർണാടക സർക്കാരിൻ്റെ കാലത്താണ്. അതിനുശേഷം ആന്യ സർക്കാർ വന്നെങ്കിലും ഒന്നും ചെയ്തില്ല. വീണ്ടും നായനാർ സർക്കാർ വന്നപ്പോൾ വളരെ ആദർശമായിട്ട് ഞാൻ അദ്ദേഹത്തിന് മുന്നിൽ പോയി, കാരണം ഇദ്ദേഹം പോയി റെപ്രസെൻറ്റേഷൻ കൊടുത്ത് നടന്നില്ല. ഞാൻ പോയി പറഞ്ഞു, ഇങ്ങനെ നായനാരുടെ ഒരു നല്ല മനസ്സും അതിനകത്ത് പറയണം. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു നല്ല ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് ഡ്യൂട്ടി ചെയ്തതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം ചോദിച്ചു എന്താ സംഭവം? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഗോതമ്പ് മില്ലിൽ കൊടുത്തത് വഴി ഒരു വലിയ തട്ടിപ്പ് ഇവിടെ നടന്നിരുന്നു, അത് പുറത്തു കൊണ്ടുവന്നു. എനിക്കറിയാം, അതൊക്കെ അറിയാം. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ഓനോട് പറ നമ്മുടെ CP നായർക്കൊരു ചീഫ് സെക്രട്ടറി എന്ന് CP നായർക്കൊരു കള്ളാസ് കൊടുക്കാൻ പറ, ഞാനത് നോക്കാമെന്ന്. അപ്പോൾ ഞാൻ അപ്പം തന്നെ പുള്ളിയെ വിളിച്ച് പറഞ്ഞു. പുള്ളി CP നായരെ കണ്ടു, ഒരു പിന്നെ ലെറ്റർ കൊടുത്തു. നായനാർ അത് കംപ്ലീറ്റ് എക്സ്പെൻഡ് ചെയ്ത് കൊടുത്തു. അന്ന് ആ CRൽ മോശമായിട്ട് എഴുതിയത് മുഴുവൻ ഈ ഉദ്യോഗസ്ഥനെ എക്സ്പെൻഡ് ചെയ്ത് കൊടുത്തു. അത് 2 കാര്യം എനിക്ക് ചെയ്യാൻ പറ്റി. അന്നൊരു അഴിമതി പുറത്തു കൊണ്ടുവരാൻ പറ്റി. രണ്ടാമത് അഴിമതിയുടെ അത് പുറത്തു കൊണ്ടുവരാനായിട്ട് സഹായിച്ച ഉദ്യോഗസ്ഥനെതിരെ സർക്കാർ എടുത്ത നടപടികൾ നീക്കാനും എനിക്ക് കഴിഞ്ഞു. അത് എന്നെ സംബന്ധിച്ച് എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നായനാർ സർക്കാരിൻ്റെ കാലത്ത് ഈ ജയിലിൽ നിന്ന് പരോളിൽ മുങ്ങുന്നവരെ കുറിച്ച് ഒരു പരമ്പര എഴുതിയിട്ടുണ്ട്. എനിക്ക് ശിവറാം അവാർഡ് കിട്ടിയ ഒരു പരമ്പരയാണിത്. അത് സംഭവം അക്കാലത്ത് ഒട്ടേറെ ജയിൽ പുള്ളികൾക്ക് അവരുടെ നിശ്ചിത കാലം
ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ അവർക്ക് പരോളിൽ പോയാൽ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ പല ചില പ്രത്യേക കേസുകൾ ഒഴിച്ച്, അതായത് ബലാത്സംഗം ചെയ്ത് കൊല്ലുക, കൊലപാതകം, ചില പ്രത്യേക തരത്തിലുള്ള കൊലപാതകം ഒഴിച്ചുള്ള കേസുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള ഇളവുകളുണ്ട്, എല്ലാവർക്കും കിട്ടുന്നതാണ്. അപ്പം പല തടവുകാരും ഈ നന്നായി അവരുടെ ജയിൽ ജീവിതത്തിൽ അവർ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അതിൻ്റെ നിയമാവലി അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഇത് കൃത്യമായ പരോൾ കിട്ടും. പക്ഷേ ഇങ്ങനെ പരോളിൽ ഇറങ്ങുന്ന പലരും തിരിച്ചു വരുന്നില്ല, അല്ലെങ്കിൽ ദീർഘകാലം അവർ പരോളിൽ തങ്ങുന്നു. രണ്ടാമത് അവർക്ക് ഈ പറയുന്ന ഈ നിയമാവലിയോ നടപടിക്രമമോ ഒന്നും പാലിക്കാതെ തന്നെ പരോൾ അനുവദിക്കുന്നു എന്ന് ഒരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതേക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പല ജയിലിലെ തടവുപുള്ളികളും, അവർ പലരും അറിയപ്പെടുന്ന തടവുപുള്ളികളാണ്. അതിലൊരാളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചന്ദ്രസേനന് വൈപ്പിൻ സ്പിരിറ്റ് ദുരന്തത്തിലെ നായകനായിട്ടുള്ള അദ്ദേഹത്തിന് വൈപ്പിൻ ദുരന്തത്തിന് ശേഷം ശിക്ഷ, അതിൻ്റെ അപ്പീലും എല്ലാം കഴിഞ്ഞ് ജയിൽ ശിക്ഷ കിട്ടി വരുന്നത് ഞാൻ തിരുവനന്തപുരത്തുള്ള കാലത്താണ്. അത് റിപ്പോർട്ട് ചെയ്യാൻ എറണാകുളത്തുണ്ടായിരുന്നു, പക്ഷേ ഞാനിവിടെ വരുമ്പോഴാണ് ജയിൽ ശിക്ഷ കിട്ടി വരുന്നത്. അപ്പോൾ അദ്ദേഹം ജയിലിൽ വന്ന് ഒരു മണിക്കൂർ പോലും ജയിലിൽ തങ്ങിയില്ല. അതിനു മുമ്പ് അദ്ദേഹം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി അവിടെ AC റൂമിൽ വളരെ സൗകര്യത്തോടെ താമസിക്കുന്നതായിട്ട് അറിഞ്ഞു. ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി അന്വേഷിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടറോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ മുകളിൽ നിന്ന് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ഇവിടെ തന്നെ താമസിപ്പിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഇത്രയും വലിയ 10-60 പേരെ കൊന്നതിൽ ശിക്ഷ വിധിക്കപ്പെട്ട ഒരു അബ്കാരി കോൺട്രാക്ടർ ഒരു ദിവസം പോലും ആ ജയിലിൽ കിടക്കാതെ രക്ഷപ്പെടുക എന്ന് പറയുന്നത് ശരിയല്ലോ എന്ന് കരുതി ഞാനന്ന് അതേക്കുറിച്ച് വാർത്ത എഴുതി. ആ വാർത്താപത്രത്തിൽ വന്നു, അതിനെക്കുറിച്ച് ആദ്യം നിഷേധം ഉണ്ടായി. പക്ഷേ ഞാൻ അതിൻ്റെ എല്ലാ തെളിവുകളും സഹിതം ഇത് അവിടുത്തെ മെഡിക്കൽ റിപ്പോർട്ട് വരെ വെച്ച് കൊടുത്തു. ഇദ്ദേഹത്തിന് യാതൊരു രോഗമില്ലാതെയാണ് കിടത്തിരിക്കുന്നതൊക്കെ പറഞ്ഞ് വാർത്ത കൊടുത്തു. ഈ വാർത്തയെ തുടർന്ന് ജയിലിലുള്ള ചില സോഴ്സുകൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ നിന്ന് ഇങ്ങനെ ധാരാളം പേര് തടവുകാർ പുറത്ത് കഴിയുന്നത് മാത്രമല്ല പരോളിലിറങ്ങിയും സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ആ പരോളിൻ്റെ ലിസ്റ്റ് എടുത്തപ്പോൾ പല ആളുകളും പരോളിൽ പോയിട്ട് 1 മാസത്തിനുള്ളിൽ വരേണ്ടവർ 2 മാസം 3 മാസമായിട്ട് തിരിച്ചു വന്നിട്ടില്ല. ഇതാരും അന്വേഷിക്കുന്നില്ല. അപ്പം ജയിൽ ചാടുന്ന ചട്ടങ്ങൾ എന്ന് പറഞ്ഞൊരു പരമ്പരയാണ് എഴുതിയത്. ചട്ടങ്ങൾ തന്നെ ജയിൽ ചാടുന്നു, അതായത് ജയിലിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ തടവുകാരെ ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് സെക്രട്ടേറിയറ്റിൽ ചെന്നാൽ, ആഭ്യന്തര വകുപ്പിൽ ചെന്ന് ഇവർ തന്നെ നേരിട്ടും അല്ലാതെയുമൊക്കെ അവിടെ ചെന്ന് ഈ പരോള് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അന്ന് പോളക്കുളം നാരായണൻ സെക്രട്ടേറിയറ്റിൽ വന്ന് ഈ പരോള് വാങ്ങിക്കൊണ്ട് പോയതിൻ്റെ വിവരം എന്നോട് ഒരാൾ പറഞ്ഞു. അപ്പം പരോളിൻ്റെ എക്സ്റ്റൻഷൻ മേടിച്ചതാണത്. കാരണം പരോളിൽ ഇറങ്ങുമ്പം സെക്രട്ടേറിയറ്റ് വരാൻ പറ്റില്ല. എക്സ്റ്റൻഷൻ വാങ്ങാൻ വേണ്ടി പോളക്കുളം നാരായണൻ അവിടെ വരുമ്പോൾ അത് വളരെ സ്വീകരിച്ചാണ് അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുപോയതെന്നാണ് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ പല പ്രധാനപ്പെട്ട പ്രമുഖരായ ഒരു വ്യക്തികളും പരോള് നീട്ടി വാങ്ങുന്നതിനെക്കുറിച്ചുള്ള ഒരു പരമ്പരയായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും ആ പരമ്പരയ്ക്ക് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടായി. പിന്നെ വേറൊരു രസകരമായൊരു സംഭവം അക്കാലത്ത് ഈ കേരള ലോട്ടറിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നതാണ്. കേരള ലോട്ടറി അക്കാലത്ത് ഏകദേശം ഒരു മാസം 4-5 ലോട്ടറിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ ദിവസവും ലോട്ടറിയൊന്നുമില്ല. ഇത് ഒരു 90കളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ ലോട്ടറി സമ്മാനം കിട്ടുന്ന ആളുകൾ പലപ്പോഴും കേരളത്തിലുള്ള ആളുകൾക്കാണ് മിക്കവാറും സമ്മാനം കിട്ടുക. 99% ഇവിടെയുള്ള ആളുകൾക്ക്. കാരണം ഇവിടെ കേരള ലോട്ടറി അധികം വിൽക്കപ്പെടുന്നുള്ളൂ. പക്ഷേ ഒരു ദിവസം എന്നോട് ലോട്ടറിയിലൊരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഒരു തമാശ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്കറിയാമോ കേരളത്തിലെ ലോട്ടറിയുടെ 1ാം സമ്മാനം മേടിച്ചുകൊണ്ട് പോകുന്ന 90% ആൾക്കാരും കേരളത്തിന് പുറത്തുള്ളവരാണ്, പലരും മലയാളികളുമല്ല. അപ്പോൾ എനിക്കത് വലിയ കൗതുകകരമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ലിസ്റ്റ് ഒന്ന് തരാമെന്ന് ചോദിച്ചു. പുള്ളി ആ ലിസ്റ്റ് കൊണ്ടു തന്നപ്പം ഏതാണ്ട് 27 പേരുടെ ലിസ്റ്റ് കൊണ്ടു തന്നപ്പോൾ അതിനകത്ത് 17 പേരും കേരളത്തിന് പുറത്ത് ഉള്ളവരാണ്, പലരും മലയാളികളെയല്ല. ഇവർക്കെല്ലാം കേരള ലോട്ടറിയുടെ 1ാം സമ്മാനം കിട്ടിയിരിക്കുന്നു, വേറെ സമ്മാനമൊന്നുമില്ല, 1ാം സമ്മാനം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഇവർക്കെല്ലാം 1ാം സമ്മാനം കിട്ടുന്നത്? ഇവിടെ ഒന്ന് ലോട്ടറി വാങ്ങിയോ? ഇല്ല. അവിടെ പോയി ലോട്ടറി ടിക്കറ്റ് ആരെങ്കിലും ഇവർ കൊടുത്തില്ല. പിന്നെ അതെങ്ങനെയാണ്? അപ്പോഴാണ് അതിൻ്റെ രസകരമായ കാര്യം പുറത്ത് വന്നത്. ഈ ലോട്ടറി ടിക്കറ്റൊക്കെ ലോട്ടറി അടിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഇവർ പർച്ചേസ് ചെയ്തുകൊണ്ട് പോവുകയാണ്. കാരണം അവരുടെ കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട്. അപ്പോൾ ലോട്ടറി അടിക്കുന്നതിനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അവന് ഇതിന് ഇൻകം ടാക്സ് കൊടുക്കണ്ട. സാധാരണ രീതിയിൽ അന്ന് 10 ലക്ഷം രൂപയായിരുന്നു ആ കാലത്ത് 1ാം സമ്മാനം.
10 ലക്ഷം രൂപ ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഇൻകം ടാക്സും പിന്നെ ഏജൻസ് കമ്മീഷനും എല്ലാം കൊടുത്തേക്കും ബാക്കി കിട്ടുന്ന 5 ലക്ഷം രൂപയൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ അയാളോട് പറയണം, നിങ്ങളുടെ ടിക്കറ്റിൻ്റെ ഫുൾ എമൗണ്ട് ഞങ്ങൾ തരാൻ തയ്യാറാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് വളരെ സന്തോഷം. അവർക്കിത് പലപ്പോഴും പാവപ്പെട്ടവരായിരിക്കുമല്ലോ ഇത് കിട്ടുന്നത്. അവർക്കത് ബ്ലാക്ക് മണി ആയാലും വൈറ്റ് മണി ആയാലും അവർക്ക് ഒരുപോലെ അവരത് വാങ്ങും. പാവപ്പെട്ടവരല്ലാത്തൊരു ആ രീതിയിൽ ലോട്ടറി അടിച്ചവരൊക്കെ ആ രീതിയിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി അവരുടെ ടിക്കറ്റുകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് രസകരമായ സംഗതി, ഈ ലോട്ടറി 1ാം സമ്മാനം കിട്ടിയവരിൽ പലരും അപ്പൻ 1ാം സമ്മാനം 1 മാസത്തെ, പിറ്റേ മാസം മകൻ 1ാം സമ്മാനം, അതിനടുത്ത മാസം ഭാര്യയ്ക്ക് 1ാം സമ്മാനം, പിന്നെ അത് കഴിയുമ്പോൾ അതേ ഫ്ലാറ്റിൽ തന്നെ താമസിക്കുന്ന വേറെ ആൾക്ക്, ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ആദ്യം വാർത്ത ഞാൻ കൊടുത്തത് ഇങ്ങനെ കേരള ലോട്ടറിയുടെ 1ാം സമ്മാനങ്ങൾ മുഴുവൻ കേരളത്തിന് പുറത്ത് സമ്മാനം അടിക്കുന്നു, അതിൻ്റെ രഹസ്യം എന്താണ് എന്ന് പറഞ്ഞിട്ട് ഒരു സസ്പെൻസിലാണ് ആദ്യം വാർത്ത നടത്തിയത്. പിറ്റേ ദിവസമാണ് ഇതെന്താ സംഭവം എന്നുള്ളത് കൊടുത്തത്. അപ്പോൾ ആ വാർത്തയെക്കുറിച്ച് ഞാൻ എപ്പോഴും ഈ ജേർണലിസം സ്റ്റുഡൻസിനൊക്കെ പിന്നെ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുള്ള സംഗതിയാണ്, ഒരു സ്ട്രെയിനും ഇല്ലാതെ കിട്ടിയ വാർത്തയത്. പക്ഷേ ഏറ്റവും അധികം എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയൊരു വാർത്തയാണ്. ട്രെയിനിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കസേരയിൽ നിന്ന് അനങ്ങേണ്ടി വന്നിട്ടില്ല. ലോട്ടറി ഓഫീസിൽ നിന്ന് കൃത്യമായിട്ട് എനിക്ക് വിവരങ്ങൾ കിട്ടും. അതെല്ലാ ദിവസവും അവിടെ ഇരുന്നുകൊണ്ട് ഞാനത് വാർത്ത എഴുതി പത്രത്തിൽ കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ LLB തട്ടിപ്പിൻ്റെ വാർത്തയ്ക്കൊക്കെ എത്രയോ കഷ്ടപ്പെട്ട് എവിടെയെല്ലാം കയറി. പിന്നെ കടുവ പ്രോജക്റ്റിൻ്റെ വാർത്തയ്ക്ക് വേണ്ടിയിട്ട് എന്തുമാത്രം നടന്നും കഷ്ടപ്പെട്ടും യാത്ര ചെയ്തു. ഇത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ. അങ്ങനെയും ചിലപ്പോൾ വാർത്തകൾ നമ്മുടെ കൈ വരും. പക്ഷേ വാർത്ത ഒരു ഭയങ്കര സംഭവമായിട്ട് എല്ലാവരും ഇത്രയും വലിയൊരു രഹസ്യം എന്നെ കണ്ടെത്തി. വസ്തുത്തിനകത്തൊരു രഹസ്യം ഞാൻ കണ്ടെത്തിയില്ല. ലോട്ടറിയിൽ തന്നെയുള്ള ഒരാൾ എനിക്ക് തന്ന വിവരങ്ങളാണ്. അപ്പോൾ അതേസമയം ഞാൻ വളരെ കഷ്ടപ്പെട്ട് ചെയ്ത ഒരു വാർത്തയുടെ കാര്യം കൂടി ഇതിനകത്ത് പറയാം. പക്ഷേ അതിന് കാര്യമായ പ്രതികരണം ഉണ്ടായില്ല. അതാണ് ഈ ഡെവലപ്മെൻറ്റ് ജേർണലിസത്തിൽ എപ്പോഴും സംഭവിക്കുന്നത്. അത് ഞാൻ തിരുവനന്തപുരത്ത് വന്ന കാലത്താണ്. ഞാൻ ഒരിക്കൽ നിയമസഭയിൽ ഇങ്ങനെ റിപ്പോർട്ടിങ് ചെന്നപ്പോഴത്തേക്ക് നിയമസഭയിൽ ഒരു അംഗം പറയുന്ന ഒരു സംഗതിയാണ് എൻ്റെ വാർത്തയ്ക്ക് കാരണമായത്. അതായത് കേരളത്തിൽ അന്നത്തെ കാലത്ത് ഏതാണ്ട് ഈ 30ഓളം ജലസേചന പദ്ധതികളുണ്ട്, ഇറിഗേഷൻ പ്രോജക്റ്റുകൾ. ഈ ഇറിഗേഷൻ പ്രോജക്റ്റുകളിൽ 5 or 6 പ്രോജക്റ്റേ ഉള്ളൂ പൂർത്തിയായത്. ബാക്കിയുള്ള പ്രോജക്റ്റുകളൊന്നും പൂർത്തിയായിട്ടില്ല. ഇത് ഇങ്ങനെ അനിശ്ചിതമായിട്ട് നീട്ടിക്കൊണ്ട് പോകുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളതായിരുന്നു ഒരാളുടെ സബ്മിഷൻ. ഇതിൻ്റെ പിന്നിൽ സർക്കാരിൻ്റെ അനാസ്ഥയുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനത് കൗതുകം തോന്നിയിട്ട് ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ഇതിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് എടുത്തു. അപ്പോൾ പ്രോജക്റ്റുകളെല്ലാം എന്ന് ആരംഭിച്ചു, എത്ര രൂപയായിരുന്നു ഇതിൻ്റെ അടങ്കൽ, അതിനുശേഷം പിന്നീട് ഇത് എത്ര രൂപയായിട്ട് ഇത് വർദ്ധിച്ചു, ഇതിൻ്റെ അടങ്കൽ തുക വർദ്ധിച്ചത്, ഇപ്പോൾ എത്ര വർഷമായി ഇതിൻ്റെ പ്രോജക്റ്റ് നടക്കുന്നു. അപ്പോൾ പല പ്രോജക്റ്റുകളും അപ്പോൾ പിന്നെ 5 കോടി രൂപയിൽ തുടങ്ങിയ ഒരു പ്രോജക്റ്റ് 20 വർഷമായിട്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ അടങ്കൽ 100 കോടി അല്ല 150 കോടിയാണ്. 15 കോടി തുടങ്ങിയ ഒരു പ്രോജക്റ്റ് 2 വർഷം കഴിഞ്ഞിട്ട് അതിപ്പോൾ 250-300 കോടിയായിരിക്കുന്നു. അങ്ങനെ 100 കോടിയിൽ തുടങ്ങിയ പ്രോജക്റ്റ് 1000 കോടിയായിരിക്കുന്നു. ഒന്നും പണി തീരുന്നില്ല, പണി എവിടെ എത്തുന്നില്ല. സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ കാലത്തും മന്ത്രിമാരോ അല്ലെങ്കിൽ MLA മാരോ അവരുടെ താല്പര്യം അനുസരിച്ച് എവിടെയെങ്കിലും ഒരു പ്രോജക്റ്റ് സാങ്ഷൻ വാങ്ങും. ബജറ്റിലൊരു വല്ല 50 ലക്ഷം രൂപ 1 കോടി രൂപ അതിന് വേണ്ടിയിട്ട് നീക്കി വെക്കും. ഒരു എഞ്ചിനീയർ, ചീഫ് എഞ്ചിനീയറെ, കുറേ എഞ്ചിനീയേഴ്സ്, കുറേ ഉദ്യോഗസ്ഥന്മാരെ ആ പ്രോജക്റ്റ് കൊണ്ടുപോയി പ്രോജക്റ്റ് ഒരു ക്യാമ്പ് ഉണ്ടാക്കി അവിടെ കൊണ്ടിടും. അപ്പോൾ ഇവരിങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇവിടെ ഇറിഗേഷൻ വകുപ്പിൽ വേറെ ഒത്തിരി പേർക്ക് പ്രൊമോഷൻ കിട്ടും. ഈ എല്ലാ വർഷവും ഇവർക്ക് ശമ്പളം കൊടുക്കാനുള്ള കാശ് മാത്രമേ അതിനകത്ത് അലോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ പ്രോജക്റ്റ് ഒരിക്കലും നടക്കത്തില്ല. പ്രോജക്റ്റിൻ്റെ പേരിൽ കുറേ പേർ അവിടെ ഇരുന്ന് കൃത്യമായിട്ട് ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കും. വേറെ ഒരു പ്രോജക്റ്റ് വീണ്ടും വരുന്നു. സർക്കാരിലെ പണം, അതായത് 5 കോടി രൂപയ്ക്ക് തീരേണ്ട പ്രോജക്റ്റ് തീരുമ്പോൾ 150 കോടി, 145 കോടിയും സർക്കാർ ഖജനാവിൽ നിന്ന് സാധാരണക്കാരൻ്റെ ടാക്സ് മണിയാണ് നഷ്ടപ്പെടുന്നത്. ഇതാണ് ഞാൻ കൊണ്ടുവന്നൊരു സംഗതി. ഈ രീതിയിൽ സർക്കാർ പണം കൊള്ളയടിക്കുന്നു എന്നുള്ള ഒരു വാർത്ത പത്രത്തിൽ കൊടുത്തിട്ട് അതൊന്നും കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടില്ല. എനിക്കത് വലിയ വിഷമം തോന്നി. കാരണം അതിനകത്ത് ഈ പറഞ്ഞതുപോലുള്ള ഫോർമുലകളൊന്നുമില്ല. ക്രൈം, സെക്സ്, പൊളിറ്റിക്സ് ഒന്നും അതിനകത്ത് അധികം വന്നില്ല. ഏതെങ്കിലും ഒരു മന്ത്രിയെ ഇൻവോൾവ് ചെയ്യിച്ചൊരു ഒരു വാർത്തയായിട്ടാണ് അത് കൊടുത്തിരുന്നെങ്കിൽ അത് വലിയ സംഭവമായിരുന്നു. എനിക്കന്ന് അങ്ങനെ ചെയ്യാനുള്ള ഒരു കാഴ്ചപ്പാട് വിവരം ഇല്ലായിരുന്നു. കാരണം ബിഗിനിങ് അല്ലേ. അപ്പോൾ എനിക്കൊന്നും വലിയ വിഷമം തോന്നി. കാരണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വിവരങ്ങൾ ശേഖരിച്ച് ഇങ്ങനെ ഒരു കാര്യം, അന്ന് സർക്കാരിൻ്റെ കയ്യിൽ പോലും ഇത്തരത്തിലുള്ള ഒരു സ്കെച്ചില്ല. അതായത് ഞാൻ ഓരോ പ്രോജക്റ്റിൻ്റെ ഒരു ഗ്രാഫിക് ഉണ്ടാക്കി, എപ്പോൾ തുടങ്ങി, എത്ര പേര് സ്റ്റാഫുണ്ട്, എത്ര വർഷമായി, ഓരോ തവണ അനുവദിച്ച തുക എത്ര, ഇപ്പോൾ എത്രയാണ് അതിൻ്റെ അടങ്കൽ, ഇത് ലിസ്റ്റ് ഉണ്ടാക്കി അതൊന്ന് പബ്ലിഷ് ചെയ്തിരുന്നു പത്രത്തിൽ.
പിന്നീട് ടി എൻ ജേക്കബ് എൻ്റെ അത് മേടിച്ചു. അടുത്തവണ പുള്ളി മന്ത്രിയായ പുള്ളി എൻ്റെ അത് മേടിച്ചു. പുള്ളിക്ക് അത് വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞിട്ട് പുള്ളി അത് പുള്ളിയുടെ ഓഫീസ് മുറിക്കുള്ളിൽ അതിലത് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരുന്നു, ഈ പ്രോജക്റ്റുകളുടെ ഹിസ്റ്ററി. പക്ഷേ സ്ഥിതിയൊന്നും മെച്ചപ്പെട്ടൊന്നുമില്ല. അതിനുശേഷവും പ്രോജക്റ്റുകളൊന്നും കാര്യമായിട്ടൊന്നും ഇമ്പ്രൂവ് ചെയ്യുന്നില്ല, വേറെ കാര്യം. പക്ഷേ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ വാസ്തവത്തിലൊരു വലിയ ഡെവലപ്മെൻറ്റ് സ്റ്റോറിയാണത്. ആ വാർത്തയ്ക്ക് പക്ഷേ അത്തരത്തിലുള്ള അംഗീകാരം കിട്ടുന്നില്ല. നേരെ വെച്ച് ലോട്ടറി വാർത്ത ഞാൻ ഒന്നും മെയ്യാനങ്ങാതെ എൻ്റെ കസേരയിൽ ഇരുന്നിട്ട് ചെയ്ത സംഗതി വലിയതായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അപ്പം വാർത്തകളെ സംബന്ധിച്ച് അങ്ങനെയുമുണ്ട്. എല്ലാ വാർത്തയും ഒരുപോലെ ചർച്ച ചെയ്യപ്പെടത്തില്ല. ചില വാർത്തകൾ അതിൻ്റെ സാഹചര്യങ്ങളും രാഷ്ട്രീയ മാനങ്ങളും ഒക്കെ അനുസരിച്ചാണ് അതിന് പരിഗണന കിട്ടുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്.